ഇന്നത്തെ പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈത്തിൽ. ഭാരത പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് നീണ്ട 43 വർഷത്തിന് ശേഷം. വിപുലമായ വരവേൽപ്പ് നൽകാൻ ഒരുങ്ങി ഭാരതീയ പ്രവാസികൾ. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ ബാങ്ക് മുൻ പ്രസിഡന്റിന്റെ ഭീഷണി സംഭാഷണം പുറത്ത്. ഭീഷണിപ്പെടുത്തിയത് CPM കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറി VR സജി. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് ഇന്നലെ ആരോഗ്യനില വീണ്ടും മോശമായി. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് MT. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിലൂടെ തട്ടിയെടുത്ത കോടികൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചോ എന്ന് അന്വേഷണം. കേരളത്തിലെ സമാന തട്ടിപ്പുകളുടെ സമഗ്ര റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ED ഹെഡ് ഓഫീസ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി വസതിയിലെ ചടങ്ങിൽ പങ്കെടുത്തത് ക്രിസ്തീയ സഭാ പ്രതിനിധികളും. ഇന്ന് ആഗോള ധ്യാന ദിനം. ഐക്യരാഷ്ട്രസഭ ദിനാചരണം പ്രഖ്യാപിച്ചത് ധ്യാനത്തെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചും അവബോധം വളർത്താൻ. വിപുലമായ പരിപാടികളുമായി ആർട്ട് ഓഫ് ലിവിംഗ്. ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ പാഞ്ഞു കയറി 2 മരണം. മരിച്ചവരിൽ ഒരു കുട്ടിയും 68 പേർക്ക് പരിക്ക്. കാർ ഓടിച്ച സൗദി പൗരരായ ഡോക്ടർ പിടിയിൽ. പതിവ് പോലെ പുത്തൻ പുലരിയിൽ നിന്ന് നമുക്ക് സന്നിധാനത്തെ വാർത്തകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരണം എൻ്റെ അയ്യപ്പ. പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. പവർഡ് ബൈ ഇനിയെന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ് ഡയമണ്ട് ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ് ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാമരാജനറിയാം മലയാളക്കര. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. 1 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ കഴിഞ്ഞ 2 ദിവസമായി ദർശനത്തിനെത്തിയിരുന്നു. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി വിവിധ വകുപ്പുകൾ നടത്തുന്ന കർപ്പൂരാഴിക്ക് ഇന്ന് തുടക്കമാകും. അഖിൽ പാലോട്ടുമഠം ചേരുന്നു അവിടെ നിന്നും. അഖിൽ, നമസ്തേ, സ്വാമി ശരണം. ദിവസങ്ങൾ കഴിയുന്തോറും മണ്ഡലകാലവും അടുക്കും തോറും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ മണ്ഡലകാലത്തെ ഏറ്റവും വലിയ സീസണിലെ ഏറ്റവും അധികം വന്ന ഭക്തജനങ്ങൾ ഇന്നലെയാണ് എത്തിയിട്ടുള്ളത്. 96,853 അയ്യപ്പ ഭക്തരാണ് ഇന്നലെ അയ്യപ്പസ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി, ദർശനം നടത്തുന്നതിലേക്ക് വേണ്ടി ശബരിമല സന്നിധിയിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് വ്യാഴാഴ്ച എത്തിയത് 96,007 ആയിരുന്നു എങ്കിൽ അത് മറികടന്നുകൊണ്ടാണ് ഇന്നലത്തെ അയ്യപ്പ ഭക്തരുടെ എണ്ണം എത്തുന്നത്. അതായത് ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് അയ്യപ്പ ഭക്തരുടെ എണ്ണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ 18-ാം പടിക്കു മുമ്പിൽ നിൽക്കുന്ന അയ്യപ്പ ഭക്തരുടെ ക്യൂ ആണ്. അതായത് 18-ാം പടിക്ക് തൊട്ട് മുമ്പിൽ തീർത്തിരിക്കുന്ന ബാരിക്കേഡിന് മുമ്പിൽ നിൽക്കുന്ന അയ്യപ്പ ഭക്തരെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. വിവിധ സ്ഥലങ്ങളിൽ, അതായത് ഈ കാണുന്ന 18-ാം പടിക്കു താഴെ, അതിന് തൊട്ടു താഴെ വലിയ നടപ്പന്തൽ, അവിടെ നിന്നും ശരംകുത്തി വരെ ഇപ്പോൾ നീളുന്ന ക്യൂ ഉണ്ട്.
സന്നിധാനത്തേക്ക് തിരക്ക്, അതായത് സന്നിധാനത്തേക്ക് അയ്യപ്പസ്വാമിയുടെ അരികിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഒരു തിരക്ക് കുറയ്ക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. പോലീസ് 18-ാം പടി കയറി എത്തുന്ന അയ്യപ്പ ഭക്തർ അവിടെ നിന്നും ഫ്ലൈ ഓവർ വഴിയാണ് പൂർണ്ണമായും അയ്യപ്പ ഭക്തരെ ശ്രീകോവിലിന് അരികിലേക്ക് പോലീസ് കടത്തിവിടുന്നത്. ഫ്ലൈ ഓവറിലാകട്ടെ ഫ്ലൈ ഓവറിന്റെ 4 വരികളിലും നിറഞ്ഞു നിൽക്കുന്ന അയ്യപ്പ ഭക്തരെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചയും ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ്. ഇന്ന് മുതൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള ശബരിമലയുടെ മണ്ഡലപൂജയോട് അനുബന്ധിച്ചിട്ടുള്ള കർപ്പൂരാഴിക്കും ഇന്ന് തുടക്കമാകും. ഇന്ന് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് വൈകുന്നേരത്തെ കർപ്പൂരാഴി ഉണ്ടാവുക. നാളെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കർപ്പൂരാഴിയായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം പിന്നെ ഭഗവാന്റെ മണ്ഡലപൂജയിലേക്ക് കടക്കുന്ന ചടങ്ങുകളായിരിക്കും ഉണ്ടാവുക. 25-നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുള്ള തങ്കയങ്കി ശബരിമല സന്നിധിയിലേക്ക് എത്തുക. 25-ന് വൈകുന്നേരത്തെ സന്ധ്യാദീപാരാധനയ്ക്ക് മുമ്പ് തന്നെ ഈ തങ്കയങ്കി ശ്രീകോവിലേക്ക് എത്തും. തങ്കയങ്കി ചാർത്തിയാണ് 25-ാം തീയതിയുള്ള സന്ധ്യാദീപാരാധന നടക്കുക. അതിനുശേഷമായിരിക്കും 26-ന് ഉച്ചയ്ക്കുള്ള മണ്ഡലപൂജയും നടക്കുക. രോഹിണി, എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിനിർഭരമായ ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലേക്ക് കടക്കുന്ന കാഴ്ച പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്ക് തിരക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ക്രമാനുഗതമായി തിരക്ക് വർദ്ധിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ മണ്ഡലപൂജയുണ്ട്. മകരവിളക്കിനോടനുബന്ധിച്ച് ഒരുപക്ഷെ വലിയ ജനത്തിരക്ക് തന്നെ അനുഭവപ്പെടും. എന്തായാലും അഖിൽ, മറ്റ് നടപടിക്രമങ്ങളിലേക്ക് വിവിധ വകുപ്പുകൾക്ക് കടക്കേണ്ടതുണ്ട്. ഇനി മണ്ഡലപൂജയ്ക്ക് മുൻപ്, മകരവിളക്കിന് മുൻപ് കൂടിയാലോചനകൾ നടത്തണം. തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, സുഗമമായ ദർശനത്തിനുള്ള സംവിധാനങ്ങൾ, അതിനായി ദേവസ്വം ബോർഡും വിവിധ വകുപ്പുകളും പോലീസും ഒക്കെ ചേർന്നുള്ള നിരവധി മീറ്റിങ്ങുകൾ ഇനി തുടർന്നും ഉണ്ടാകും. അതിനൊക്കെയുള്ള സാധ്യതകൾ എത്രത്തോളമാണ് ഇനി വരും ദിവസങ്ങളിൽ? രോഹിണി, ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന 2 ദിവസങ്ങളാണ്. ഒന്ന് മണ്ഡലപൂജയും അതുപോലെ തന്നെ മകരവിളക്കും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ സംബന്ധിച്ചിടത്തോളം തിരക്ക് നിയന്ത്രിക്കേണ്ട ഏറ്റവും അധികമായ 2 ദിവസങ്ങൾ തന്നെയാണ് മണ്ഡലപൂജ എന്ന് പറയുന്നതും മകരവിളക്ക് എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെയാണ് 24-ും 25 ദിവസങ്ങളിൽ ബുക്കിങ്ങുകൾ, അതായത് വെർച്വൽ ക്യൂ ബുക്കിംഗ് അടക്കമുള്ളവ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡും പോലീസും ചേർന്നിട്ടുണ്ട്. അതായത് 24-ന്റെയും 25-ന്റെയും സ്ലോട്ട് ഇതുവരെയും ആർക്കും നൽകിയിട്ടില്ല പോലീസ്. അതായത് 23 വരെയാണ് വെർച്വൽ ക്യൂ ബുക്ക് സംവിധാനം അയ്യപ്പ ഭക്തർക്കായി നൽകിയിട്ടുള്ളത്. അത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തി. 23-നും 25-നും സ്പോട്ട് ബുക്കിംഗ് വഴിയായിരിക്കും അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നത്. നാളെ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ അന്തിമമായ യോഗം സന്നിധാനത്ത് ചേരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണ്ഡലപൂജയുടെ അധികമായി എത്തിയാൽ അവർക്കുള്ള ക്രമീകരണങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ 80,000 പേർക്കുള്ള സംവിധാനം മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ പര്യാപ്തമായുള്ളത്. അതിന് മുകളിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലാണ് അയ്യപ്പ ഭക്തർക്ക് ബുദ്ധിമുട്ടുകളിലേക്ക് പോകാൻ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ക്രമീകരണങ്ങളിലേക്ക് ക്രമീകരണങ്ങൾ കുറച്ചുകൂടി ഏർപ്പെടുത്തും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. വലിയ ഒരു തിരക്കോടുകൂടി തന്നെയാണ് സന്നിധാനത്തിന്റെ മണ്ഡലപൂജയുടെ പര്യവസാനത്തേക്ക് ഏറ്റവും അവസാന. ശരി അഖിൽ, സന്നിധാനത്ത് ഭക്തജനത്തിരക്ക് കൂടുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള കർപ്പൂരാഴിക്കും തുടക്കം കുറിക്കുകയാണ്. അഖിലാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ സ്വാമിക്ക് ചാർത്താനുള്ള തങ്ക അങ്കിയും വച്ചുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും നാളെ പുറപ്പെടും. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 26-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് ഘോഷയാത്ര സന്നിധാനത്തെത്തും. നാളെ രാവിലെ 7 മണിക്ക് തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നാളെ ഘോഷയാത്രയുടെ രാത്രി വിശ്രമം. പിറ്റേന്ന് രാത്രി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലും അതിനടുത്ത ദിവസം പെരിനാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുമാണ് ഘോഷയാത്ര രാത്രി വിശ്രമിക്കുക. 25-ാം തീയതി രാവിലെ 8 മണിക്ക്
പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ച് രാവിലെ 11 മണിയോടെ നിലയ്ക്കൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഉച്ചയ്ക്ക് 1:30 ഘോഷയാത്ര പമ്പയിലെത്തും. പമ്പയിൽ നിന്നും ഉച്ചകഴിഞ്ഞ് 3 പുറപ്പെട്ട് വൈകിട്ട് 5 ശരംകുത്തിയിലെത്തും. ഇവിടെ നിന്ന് ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഉദ്യോഗസ്ഥരും ചേർന്ന് ആചാരപൂർവ്വം സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ഘോഷയാത്രയെ ആനയിക്കും. 18-ാം പടി കയറി സോപാനത്തെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി 6:30 ദീപാരാധന നടക്കും. 26-ാം തീയതിയാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. ജനം, പത്തനംതിട്ട. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ ബാങ്ക് മുൻ പ്രസിഡന്റ് VR സജി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സന്ദേശം പുറത്ത്. CPM മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറിയാണ് VR സജി. പണം ചോദിച്ചെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് പിടിച്ചു തള്ളിയെന്ന് ആത്മഹത്യ ചെയ്ത സാബു പറഞ്ഞിരുന്നു. താൻ തിരിച്ചാക്രമിച്ചെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയാണെന്നും സാബു പറയുന്നതും ഭീഷണിയിലുണ്ട്. അതേസമയം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ചു തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാബേ, നിങ്ങൾ എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ട. നമ്മൾ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹോദരനെ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. അത് പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. അതേസമയം ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഭീഷണിയുടെ ശബ്ദ സംഭാഷണം പുറത്തായിരിക്കുകയാണ്. പണി ഞാൻ മനസ്സിലാക്കി തരാം എന്നാണ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റിന്റെ ഭീഷണി സാബുവിന്റെ ഫോണിൽ വരുന്നത്. എത്രമാത്രം ഭീഷണി സ്വരമാണ് ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വലിയ രീതിയിലുള്ള മനോവിഷമത്തിൽ തന്നെയാണ് സാബു ആത്മഹത്യയിലേക്ക് പോയതും. നിക്ഷേപിച്ചിരുന്ന തുക ഇനി ലഭിക്കില്ല എന്നുള്ള ഒരു നിരാശ അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. അത് അദ്ദേഹം ഭാര്യയോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വലിയ രീതിയിലുള്ള ഭീഷണി സാബു നേരിട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കോൾ റെക്കോർഡിലൂടെ ഈ CPM മുൻ ഏരിയ സെക്രട്ടറിയും അതുപോലെ തന്നെ ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ VR സജിയാണ് സാബുവിനെ ഭീഷണിപ്പെടുത്തിയത്. അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസം സാബു ബാങ്കിലെത്തിയപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സംസാരം ഉണ്ടാകുന്ന സമയത്ത് ജീവനക്കാരെ മർദ്ദിച്ചു എന്നുള്ളതാണ് സാബുവിനെതിരായി ഈ നേതാക്കൾ കണ്ട അല്ലെങ്കിൽ മുമ്പോട്ട് വെച്ച ഒരു ആരോപണം. അതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി പ്രധാനമായും ഉയർന്നത്. ഈ ബാങ്ക് ജീവനക്കാരനായ റെജി എന്നയാളെ പിടിച്ചു തള്ളി എന്നുള്ളതാണ് സാബുവിനെതിരായ ആരോപണം. പിടിച്ചു മർദ്ദിച്ചു എന്നുള്ളതാണ് സാബുവിനെതിരായി ഇവർ ഉയർത്തിയ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കും, അതുപോലെ തന്നെ ഈ തിരിച്ചടിക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് സാബു പ്രധാനമായും നേരിട്ടത്. ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഇത്തരത്തിൽ ഒരു സഹകരണ സംഘത്തിൽ പണം നിക്ഷേപിച്ച ഒരു വ്യക്തിയാണ് സാബു. ആ സഹകരണ സംഘത്തിൽ പണം നിക്ഷേപിച്ച ആ പണം തിരികെ എടുക്കാൻ എത്തിയപ്പോൾ പലപ്പോഴായി ഇത്തരത്തിൽ അവിടെ അദ്ദേഹം എത്തിയതാണ്. ആ സമയത്തെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഭീഷണി അദ്ദേഹം നേരിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സംഘം മർദ്ദിക്കും, അതായത് CPMന്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് തന്നെ വിളിച്ച് ഇത്തരത്തിൽ മർദ്ദിക്കും അല്ലെങ്കിൽ അടിക്കും, തനിക്ക് പണി അറിയാത്തതിന്റെയാണ്, തന്നെ പണി പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അത്രത്തോളം അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അതിനുശേഷമാണ് അദ്ദേഹം ഇത്രത്തോളം നിരാശനായി വീട്ടിലെത്തിയത് എന്നുള്ളതാണ്. വീട്ടിലെത്തിയപ്പോൾ കുട്ടി ഇദ്ദേഹത്തിന്റെ മകനുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. ആ സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞത് നമ്മൾ ട്രാപ്പിലാണ്, നമ്മൾ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്, ഇതിൽ നിന്ന് ഒരു മോചനം എപ്പോൾ ഉണ്ടാകുമെന്ന് അറിയില്ല, അത് നമ്മൾ ട്രാപ്പിൽ പെട്ട് കിടക്കുകയാണെന്നത് അദ്ദേഹം മകനോട് പറയുകയും ചെയ്തിരുന്നു. ആശുപത്രിയിലായിരുന്ന ഭാര്യയും ഇക്കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിളിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു. രാവിലെ നമ്മൾ അദ്ദേഹത്തിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെ പ്രതികരണം എടുക്കുകയുണ്ടായി. ആ സമയത്തും അവർ പറഞ്ഞത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഭീഷണി അത് സാബുവിന് ഒരിക്കലും താങ്ങാൻ കഴിയില്ലായിരുന്നു. സാബുവിന് അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഈ ഭീഷണിയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സാബുവിന് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ മാനസികമായി അദ്ദേഹത്തെ തളർത്തിയത് ആ ഒരു ഭീഷണിയാണ്. ഒരിക്കലും അദ്ദേഹം നല്ല സുഹൃത്ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് VR സജി. ആ VR സജി ഇത്തരത്തിലൊരു ഭീഷണി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിൽ ആക്കിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മേരിക്കുട്ടി പറഞ്ഞത്. എന്തായാലും ഈ CPM നേതാവിന്റെ ഭീഷണിയാണ് ഈ സാബുവിന്റെ ആത്മഹത്യയിലേക്ക്, ഒരു സഹകാരിയുടെ അല്ലെങ്കിൽ നിക്ഷേപകന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് കൊടിയ ഒരു വലിയ രീതിയിലുള്ള അധിക്ഷേപവും അദ്ദേഹത്തിന്. അതെ, തീർച്ചയായും വലിയ രീതിയിലുള്ള അധിക്ഷേപവും ഭീഷണിയും തന്നെയാണ് സാബു നേരിട്ടത്. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ ഭീഷണി സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. എത്രത്തോളം മനോവിഷമം അദ്ദേഹം നേരിട്ടു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.
രോഹിണി, ഇന്നലെ രാവിലെ മുതൽ കേരളക്കര മുഴുവൻ സങ്കടത്തോടെ അല്ലെങ്കിൽ പ്രാർത്ഥനയോടെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ MT വാസുദേവൻ നായർ ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. തീവ്ര പരിചരണ വിഭാഗത്തിലാണ് നിലവിൽ MT ഉള്ളത്. ഇന്നലെ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായത്. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് MT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത്. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം പുറത്തിറങ്ങിയേക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ അതിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയോടെയാണ് നമ്മളെല്ലാവരും കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത്. എപ്പോഴായിരിക്കും മെഡിക്കൽ ബുള്ളറ്റിൻ വരിക? നിലവിലത്തെ അവസ്ഥ എന്തൊക്കെയാണ്? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളക്കര അല്ലെങ്കിൽ സാഹിത്യ ലോകം ഒന്നാകെ ഒരു ശുഭവാർത്ത കേൾക്കുവാനുള്ള പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടിയാണ് കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെയും കടന്നുപോയത് എന്ന് പറയുകയാണ് ഞാൻ. മാത്രമല്ല, വലിയ പ്രാർത്ഥന തന്നെയാണ് MDക്ക് ഉള്ളത്. നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. ആരോഗ്യനില തൃപ്തമല്ല എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. എന്തായാലും നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഞായറാഴ്ച ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുമായി MD ഹോസ്പിറ്റലിലെത്തുന്നു. പിന്നീട് ഹൃദയസ്തംഭനം ഉണ്ടായി എന്നതാണ് ആശുപത്രി അധികൃതർ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരമാണ് അവസാനമായ ഒരു അപ്ഡേഷൻ ഉണ്ടായത്. ആ അപ്ഡേഷനിലും വ്യക്തമാക്കിയിട്ടുള്ളത് ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം മരുന്നുകളോടൊന്നും തന്നെ പ്രതികരിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ. അത്തരത്തിൽ വലിയ അതായത് ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടു കൂടിയാണ് ശ്വാസം എടുക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും MDക്ക് ഉണ്ടായിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് ഇന്നലത്തെ മെഡിക്കൽ ബുള്ളറ്റിനിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് സാഹിത്യ ലോകം എന്ന് മാത്രമല്ല ലോക മലയാളികൾക്കൊക്കെ തന്നെയും സുപരിചിതനായ എഴുത്തുകാരന് വേണ്ടി വലിയ പ്രാർത്ഥനയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയും കടന്നുപോയിട്ടുള്ളത്, അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെയും കടന്നുപോയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആരോഗ്യനില തൃപ്തികരമല്ല, ഗുരുതരമായി തുടരുന്നു എന്നൊരു വിവരം തന്നെയാണ് ഈ ആശുപത്രി അധികൃതരിൽ നിന്നും നമുക്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് 10 മണിയോടുകൂടി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി ആശുപത്രി അധികൃതർ പുറത്തുവിടും. അതിൽ നിലവിൽ അദ്ദേഹത്തിന്റെ അവസ്ഥയും മരുന്നുകളോടുള്ള പ്രതികരണവും ഒക്കെ തന്നെ വ്യക്തമാവും എന്നൊരു കാര്യമാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ദേവിക, എന്തായാലും പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഒരു ദിവസങ്ങൾ കൂടിയാണ് ഇനി കടന്നു പോകുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി തിരിച്ച് ജീവിതത്തിലേക്ക് MD എത്തട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് MDയെ അറിയുന്ന അല്ലെങ്കിൽ സാഹിത്യ ലോകത്തെ സ്നേഹിക്കുന്ന എഴുത്തുകാർക്കൊക്കെ ഉള്ളത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് പ്രശസ്തരായ ആളുകളൊക്കെ തന്നെയും ഇന്നലെ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അടക്കമുള്ള ആളുകൾ ഹോസ്പിറ്റലിലെത്തിയിരുന്നു. ശശീന്ദ്രൻ മിനിസ്റ്റർ, മുഹമ്മദ് റിയാസ്, MA ബേബി തുടങ്ങിയ ആളുകളൊക്കെ തന്നെയും ഹോസ്പിറ്റലിലെത്തി. ഹരിഹരൻ ഹോസ്പിറ്റലിലെത്തി MDയെ സന്ദർശിച്ചിരുന്നു. അത്തരത്തിൽ പ്രശസ്തരായ പ്രമുഖരായ സാഹിത്യ ലോകത്തെ സിനിമാ ലോകത്തെ ആളുകളൊക്കെ തന്നെയും ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുകയും വിവരം അറിയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ പല നടന്മാരും മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ ഫോണിൽ വിളിച്ച് കുടുംബത്തോട് അദ്ദേഹത്തിന്റെ വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നൊരു കാര്യം കൂടി നമുക്ക് കുടുംബത്തിൽ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകളും ഭാര്യയും ഒക്കെയാണ് ഇപ്പോൾ ഈ ആശുപത്രിയിലുള്ളത്. ഇന്നലെ കാരശ്ശേരി മാഷ് അടക്കമുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് പുറത്തിറങ്ങാനുണ്ട്. അതായത് നിലവിലെ അപ്ഡേഷൻ, അതായത് ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ച് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ BP-യിലൊക്കെ തന്നെയും വലിയ ഫ്ലക്ച്വേഷൻ, വ്യതിയാനം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മരുന്നുകളോടൊന്നും തന്നെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ വന്നതിന് ശേഷമാണ് ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തത വരിക. എന്തായാലും ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെയാണ് കേരളം എന്ന് മാത്രമല്ല സാഹിത്യ ലോകം ഒന്നാകെ കാത്തിരിക്കുന്നത്. ദേവിക, അതെ, ദിസ്ന പറഞ്ഞതുപോലെ തന്നെയാണ് മലയാളത്തിൻ്റെ കഥാകാരൻ്റെ ആരോഗ്യസ്ഥിതിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ തന്നെയാണ് കേരളം മുഴുവൻ കാത്തിരിക്കുന്നത്. ദിസ്ന, അതോടൊപ്പം രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരെല്ലാവരും തന്നെ ആശുപത്രിയിൽ എത്തുന്നുണ്ട്, സന്ദർശനം നടത്തുന്നുണ്ട്, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ട് ആരോഗ്യസ്ഥിതിയൊക്കെ വിലയിരുത്തിയെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഒരു വിദഗ്ധ മെഡിക്കൽ സംഘം തന്നെയല്ലേ അദ്ദേഹത്തെ പരിചരിക്കുന്നത്. എന്തായാലും കൃത്യമായ വിവരങ്ങൾ 10 മണിയുടെ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഉണ്ടാകുമെന്ന് തന്നെയല്ലേ നമുക്ക് കരുതേണ്ടത്.
തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ആരോഗ്യ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രശസ്തരായ സാഹിത്യ ലോകത്തെ അടക്കമുള്ള പ്രമുഖർ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ച് മടങ്ങുന്ന ഒരു കാഴ്ച ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നും നിരവധി ആളുകൾ ആശുപത്രിയിലേക്ക് എത്തി അദ്ദേഹത്തെ സന്ദർശിക്കുമെന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പ്രധാനമായും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഫോണിൽ വിളിച്ച് അന്വേഷിച്ചു, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ പറ്റി അന്വേഷിച്ചു എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, AK ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ്, MA ബേബി, ഹരിഹരൻ അടക്കമുള്ള ആളുകൾ ഇന്നലെ ആശുപത്രിയിൽ എത്തിയിരുന്നു. എഴുത്തുകാരനായ കാരശ്ശേരി മാഷ് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഇന്നലെ മുതൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധി പ്രശസ്തരായ ആളുകൾ ഇവിടെ വന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചു മടങ്ങുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ 10 മണിയോടുകൂടിയാണ് അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ ഏകദേശം പുറത്തിറങ്ങുക എന്നൊരു സൂചനയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. അതിൽ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടോ, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്, ശ്വസന പ്രക്രിയ എങ്ങനെയുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വളരെ വ്യക്തമായി ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ നിലവിൽ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു അവസ്ഥയാണുള്ളത്. അദ്ദേഹത്തിന്റെ മകളും ഭാര്യയും ഒക്കെ തന്നെയും ആശുപത്രിയിൽ നിലവിലുണ്ട്. ഇന്നലെയും അവർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ, എഴുത്തുകാരൻ ഏറെ പ്രാർത്ഥനയോടുകൂടി ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില പൂർണ്ണ തൃപ്തമായി തിരിച്ചു വരുവാനുള്ള അല്ലെങ്കിൽ ഒരു മടങ്ങി വരവിനായി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും. രോഹിണി. ശരി, മലയാളക്കരയാകെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് MT വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതി പൂർവ്വ രീതിയിലേക്ക് എത്തുന്നതിനായി. അദ്ദേഹം ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്നാണ് ആരോഗ്യനില ഇത്രയധികം വഷളായത്. എന്തായാലും 10 മണിക്ക് തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ വരും. അതിൽ വിശദമായ വിവരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വേൾഡ് മെഡിറ്റേഷൻ ദിനം. ധ്യാനത്തെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായാണ് ഐക്യരാഷ്ട്രസഭ ഡിസംബർ 21 ലോക ധ്യാന ദിനമായി പ്രഖ്യാപിച്ചത്. ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താനുള്ള എല്ലാവരുടെയും അവകാശത്തെയാണ് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നത്. നമസ്തേ. ഡിസംബർ 21 വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ലോകമെമ്പാടും. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി മെഡിറ്റേഷന്റെ പ്രാധാന്യം റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് വേൾഡ് മെഡിറ്റേഷൻ ഡേ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് 21 ഡിസംബർ. ലോകത്തുള്ള എല്ലാവരും അറിയണം ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ഫലങ്ങൾ. ഈ ധ്യാനത്തിൽ നിന്നും കിട്ടുന്ന ഫലം എല്ലാവർക്കും ആക്സസിബിൾ ആവണം എന്നുള്ള ഒരു സങ്കല്പം വെച്ചുകൊണ്ടാണ് വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഭാരതത്തില് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതുമയുള്ള കാര്യമല്ല. എന്നാൽ മെഡിറ്റേഷനെ പറ്റിയിട്ട് നമ്മൾക്ക് പലവർക്കും പല തോട്ട്സും കാണാം, പല പെർസെപ്ഷനും കാണാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് മെഡിറ്റേഷൻ ചെയ്യുന്നത് ആത്മ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്, എൻലൈറ്റൻമെന്റിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് എന്താണ്, ഞാൻ എന്താണ് എന്നുള്ള ആ തേടുന്ന ഒരു ഉത്തരം കിട്ടാനാണ് ആൾക്കാർ ധ്യാനത്തിലേക്ക് പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ലോകം ഇപ്പോൾ ഇരിക്കുന്ന ആ ഘട്ടത്തില് സ്ട്രെസ്, ടെൻഷൻ, ഇങ്ങനെ ഒരുപാട് മെന്റൽ ചാലഞ്ചസിൽ കൂടി നമ്മൾ എല്ലാവരും കടന്നുകൊണ്ട് പോവുകയാണ്. മുതിർന്നവര് മാത്രമല്ല ഇത് ഫേസ് ചെയ്യുന്നത്, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇപ്പൊ സ്ട്രെസ് എന്താന്ന് അവർക്കറിയാം. അപ്പൊ സ്ട്രെസ്സിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ നിന്നും ഒരു മോചനം ആണ് ധ്യാനം നൽകുന്നത്, ഒരു സാന്ത്വനം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം സ്ട്രെസ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യത ഒരുപാടാണ്. ഡിപ്രഷൻ ഒരുപാട് നമ്മൾ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ അത് സൂയിസൈഡൽ ടെൻഡൻസി ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. അതേപോലെ ഒന്നെങ്കിൽ ആൾക്കാർ ഡിപ്രഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അഗ്രഷനിലേക്ക് പോവുകയാണ്. വയലൻസ്, മറ്റുള്ളവരെ ഇൽട്രീറ്റ് ചെയ്യുക, അബ്യൂസ് ചെയ്യുക, വയലന്റ് ടെൻഡൻസി ഉണ്ടാവുക. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? എന്നാൽ ഇതിനൊരു പ്രതിവിധി ഉണ്ട്, അതാണ് ധ്യാനം. നേരത്തെ പറഞ്ഞ പോലെ ധ്യാനം എന്ന് പറഞ്ഞാൽ
65 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സോ ഇനി എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ലക്ഷറി അല്ല ഇപ്പോൾ. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ. വെദർ യു ആർ എ സ്റ്റുഡൻറ്, നമ്മളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വർക്കിംഗ് പേഴ്സൺ ആണെങ്കിലും ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ എല്ലാം ജീവിതം മുഴുവനും തൻ്റെ കുഞ്ഞുങ്ങൾ നന്നായി വരണം എന്ന് വിചാരിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിലും ദിസ് ഈസ് എ ടൂൾ ടു മാനേജ് യുവർ മൈൻഡ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും നമ്മുടെ മനസ്സിനെ ഒരു സന്തുലതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിദ്യ തന്നെയാണ് മെഡിറ്റേഷൻ. പലരും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയോടെ ഇരിക്കണം എന്ന് പറയും. എന്നാൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയല്ല. മെഡിറ്റേഷനിൽ നിന്നും വരുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഏകാഗ്രത. ഫോക്കസ്, അറ്റൻഷൻ സ്പാൻ, ഇതെല്ലാം ഇംപ്രൂവ് ആവുന്നുണ്ട്. പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. എനർജി നല്ലോണം ഉയർന്നു വരുന്നുണ്ട്. എന്ത് ചെയ്യുമ്പോൾ? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ 21-ാം തീയതി, ഡിസംബർ 21-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 8 മണിക്ക് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ ജി യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ട് ലൈവായിട്ട് മെഡിറ്റേഷന് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് യൂട്യൂബ് ലിങ്കിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉന്മേഷം വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശാന്തത വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ജോയിൻ ചെയ്യുക. ശ്രീ ശ്രീ രവിശങ്കർ ജി അദ്ദേഹത്തെ ജോയിൻ ചെയ്യുക. ശനിയാഴ്ച വൈകുന്നേരം 8 മണിക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ദ വേൾഡ് മെഡിറ്റേറ്റ്സ് വിത്ത് ഗുരുദേവ്. മേക്ക് ഷുവർ യു മെഡിറ്റേറ്റ് വിത്ത് ഹിം. ലോകം മുഴുവനും ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ ജി ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം. നിങ്ങളും അതിനോടൊപ്പം ഉണ്ടാവണം. ഒരു സന്തോഷമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ എല്ലാവർക്കും സ്വാഗതം. വേൾഡ് മെഡിറ്റേഷൻ ഡേയിലേക്ക് നിങ്ങളെ എല്ലാവർക്കും സ്വാഗതം. നന്ദി, നമസ്കാരം. ഇനി രാജ്യാന്തരത്തിലേക്ക്. ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ അതിശൈത്യം പിടിമുറുക്കുകയാണ്. ഡൽഹിയിൽ താപനില 5 ഡിഗ്രി സെൽഷ്യസിലും താഴ്ന്നതിനൊപ്പം വായു മലിനീകരണവും വർദ്ധിച്ചു. കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ഇത്തവണ ജമ്മുകാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും അടക്കം മഞ്ഞുവീഴ്ചയും നേരത്തെയായി. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, കൊടും തണുപ്പാണ് അവിടെ എന്നറിയാം. എന്തായാലും നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഈ തണുപ്പ് കൂടുന്നതിനനുസരിച്ച് ഡൽഹിയിലെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് വായു മലിനീകരണവും വർദ്ധിക്കുന്നു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? രോഹിണി, പതിവ് തെറ്റിച്ച് അതിശൈത്യമാണ് ഇത്തവണ. അതും നേരത്തെ ഡിസംബർ മാസത്തിൽ പകുതിയോടുകൂടി തന്നെ അതിശൈത്യം ഉത്തരേന്ത്യയിൽ ആകെ പിടിമുറുക്കിയിരിക്കുകയാണ്. ഡൽഹിയിൽ ഇപ്പോൾ നിലവിലെ താപനില 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. പലപ്പോഴും ഇത് രാത്രികാലങ്ങളിൽ വളരെ കുറയാറുണ്ട്. പകൽ സമയങ്ങളിൽ ഇപ്പോൾ സൂര്യൻ ഉദിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഡൽഹിയിൽ കാണപ്പെടുന്നത്. വലിയ ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഡൽഹിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം വായു മലിനീകരണവും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വായു ഗുണനിലവാര സൂചിക ഏതാണ്ട് 470 പിന്നിട്ടിരിക്കുന്ന അവസ്ഥ. ഏതാണ്ട് 500 വായു ഗുണനിലവാര സൂചിക അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അതീവ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് ഡൽഹി എത്തപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മൂടൽമഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കാറ്റ് വീശാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ അന്തരീക്ഷത്തിലാകെ മലിനീകരണം തോത് വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനൊപ്പമാണ് അതിശൈത്യവും പിടിമുറുക്കിയിരിക്കുന്നത്. ഈ മലിനീകരണ തോത് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ നിലവിൽ
കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഗ്രാഫ് 4 റെസ്ട്രിക്ഷൻ ഉണ്ട്. നിലവിൽ ഡീസൽ വാഹനങ്ങൾക്കും പെട്രോൾ വാഹനങ്ങൾക്കും BS3യും BS4 ഡീസൽ വാഹനങ്ങൾക്കും ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നതിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പാർക്കിംഗ് ഫീ അടക്കം ഉയർത്തുന്ന സാഹചര്യമുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വർദ്ധിപ്പിച്ചു. ഇതാണിപ്പോൾ ഡൽഹിയിലെ നിലവിലാകെയുള്ള ഒരു സാഹചര്യം. അങ്ങനെ ജനജീവിതമാകെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. ഇനി ഉത്തരേന്ത്യയിലാകെ പരിശോധിച്ചാൽ ഉത്തരേന്ത്യയിലാകെ ശൈത്യം കടുക്കുന്നു. പതിവ് തെറ്റിച്ച് 20 വർഷത്തിന് ശേഷമാണ് ഡിസംബർ മാസത്തിൽ പകുതിയോടുകൂടി ഷിംലയിൽ മഞ്ഞുവീഴ്ചയുണ്ടാകുന്നത്. ജമ്മു കാശ്മീരിലെ ലഡാക്കിലേക്ക് നോക്കുമ്പോൾ അവിടെ -13ഒക്കെയാണ് താപനില വരുന്നത്. പകൽ സമയങ്ങളിലേക്കും മൈനസ് താപനിലയിൽ നിന്നും ഉയരുന്നില്ല. മണാലിയിൽ ടൂറിസം വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് മണാലിയിലെ രാത്രി സമയങ്ങളിൽ -4ഉം അതേപോലെ തന്നെ -5ഉം ഒക്കെയാണ് അവിടുത്തെ താപനില. പകൽ സമയങ്ങളിൽ 1 ഡിഗ്രിയും 2 ഡിഗ്രിയും ഒക്കെയാണ്. അതായത് ഈ വിൻ്റർ ആഘോഷിക്കുവാൻ വേണ്ടി ജമ്മു കാശ്മീരിലേക്കും ഹിമാചൽ പ്രദേശിലേക്കുമൊക്കെ വരുന്നവർ അവരുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്രമാത്രം ശൈത്യമാണ് ഇത്തവണ പിടിമുറുക്കിയിരിക്കുന്നത്. അതും പതിവ് തെറ്റിച്ച് ഈ ഡിസംബർ പകുതിയോടി. സാധാരണ ഇത്തരമൊരു തണുപ്പ് അവസ്ഥ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് ജനുവരി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് ഇത്തരമൊരു തണുപ്പിലേക്ക് ഉത്തരേന്ത്യ എത്തിപ്പെട്ടത്. എന്നാൽ ഇത്തവണ അത് ഡിസംബർ മാസത്തിൽ വളരെ നേരത്തെ എത്തുന്ന ഒരു സാഹചര്യമാണ്. ഇതിങ്ങനെ കൂടുതൽ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിലാണെങ്കിലും പല സ്ഥലങ്ങളിലും മഞ്ഞുവീഴ്ച ആരംഭിച്ചിരിക്കുന്നു. ഇതൊന്നും ഏതാണ്ട് ജനുവരി കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ ജനുവരി കഴിഞ്ഞാണ് മഞ്ഞുവീഴ്ചയൊക്കെ തുടങ്ങിയത്. അതായത് കഴിഞ്ഞ വർഷം ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയവർക്കൊന്നും ഹിമാചൽ പ്രദേശിലെ മണാലിയിലോ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലോ ഒന്നും മഞ്ഞുവീഴ്ച കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇത്തവണ വളരെ നേരത്തെ മഞ്ഞുവീഴ്ച ഉണ്ടായിരിക്കുന്നു ഡിസംബർ പകുതിയോട്. അത് നേരത്തെ സൂചിപ്പിച്ചു, 20 വർഷത്തിന് ശേഷമാണ് ഈ ഡിസംബർ പകുതിയോടുകൂടി ഷിംലയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നത്. സാധാരണ ഷിംലയിൽ ഏതാണ്ട് ജനുവരി അവസാനം ഫെബ്രുവരിയോടുകൂടിയൊക്കെയാണ് മഞ്ഞുവീഴ്ച. അവിടെ മുഴുവൻ മഞ്ഞ് മൂടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തവണ അത് ഡിസംബറിലായിരിക്കുന്നു. ഇത്തവണ ശൈത്യം കൂടുതൽ കടുക്കുമെന്നുള്ളതാണ്. അതായത് ഉത്തരേന്ത്യയിലാകെ ശൈത്യം കൂടുതൽ കടുക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അതേപോലെ തന്നെ ഈ ശൈത്യം കൂടുന്നതിനൊപ്പം തന്നെ ഈ പൊല്യൂഷനും വർദ്ധിക്കുന്നു. ഇതിനൊപ്പം തന്നെ തീപിടുത്തങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഡൽഹി NCR പരിധിയിൽ നോക്കുമ്പോൾ ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത് തീപിടുത്ത കേസുകൾ കൂടുന്നു. ഈ വീടിനുള്ളിലും മറ്റും ഈ മെഴുകുതിരികളും വിളക്കുകളും മറ്റും കത്തിച്ചു വെക്കുന്നു. ഒപ്പം അതേപോലെ തന്നെ തീ കൂട്ടുന്ന സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ ടെൻറ്റിലും മറ്റും താമസിക്കുന്നവർ അങ്ങനെ അതിനകത്ത് തീ കൂട്ടുന്ന സാഹചര്യം. ഇത് തീപിടുത്തത്തിലേക്കും വലിയ അപകടങ്ങളിലേക്കും വഴിവെക്കുന്നു. അങ്ങനെ എത്തുന്ന കോളുകളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഈ തണുപ്പ് മൂലമുണ്ടാകുന്ന പലതരം പ്രതിസന്ധികൾ രാജ്യ തലസ്ഥാനത്തടക്കം ഉത്തരേന്ത്യയിൽ വ്യാപിക്കുകയാണ്. രോഹിണി. ശരി നന്ദൻ, എന്തായാലും നന്ദൻ്റെ വേഷവിധാനം കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം തണുപ്പ് കഠിനമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. എന്തായാലും ഉത്തരേന്ത്യയിൽ അതിശൈത്യം തന്നെയാണ്. പതിവിന് വിപരീതമായി ഇത്തവണ നേരത്തെ തന്നെ മഞ്ഞുവീഴ്ചയും ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ നൽകിക്കൊണ്ടിരുന്നത്. തിരികെ എത്തുമ്പോൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും കൂടിക്കാഴ്ച നടത്തി. ഈജിപ്തിൽ നടക്കുന്ന D8 രാജ്യങ്ങളുടെ ഉച്ചകോടിക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. 71-ലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും പാകിസ്ഥാൻ ബംഗ്ലാദേശ് വാണിജ്യ ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനും ധാരണയിലെത്താനാണ് തീരുമാനം. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷന്റെ പുനഃസംഘടന സംബന്ധിച്ചും യൂനുസ് ഷെരീഫ് സംസാരിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേർന്നുണ്ട്. ഐസൻ, വളരെ സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണോ നടന്നിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളിലാണ് കൂടുതൽ തീരുമാനമായിരിക്കുന്നത്? ദേവിക, ഈ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ നോക്കിക്കാണുന്നത് നിലവിൽ ഒരു സെക്യുലർ സ്വഭാവമുള്ള ഒരു സംഘടനയായി ഒരു രാജ്യമായി തുടരുകയായിരുന്നു ബംഗ്ലാദേശ്. സ്വാഭാവികമായും ഒരു ഇസ്ലാമിക സംഘടനയുമായി അംഗത്വമുണ്ട് എങ്കിൽ കൂടി കാര്യമായൊരു ചർച്ചകളിലോ അല്ലെങ്കിൽ ഉൾച്ചേരലുകളിലോ അല്ലെങ്കിൽ തുടർന്നുള്ള ഇടപെടലുകളോ ഒന്നും കാര്യമായി D8 രാജ്യങ്ങളുമായി ബംഗ്ലാദേശ് പുലർത്തിയിരുന്നില്ല മുൻ സർക്കാരിൻ്റെ കാലം വരെ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് ഇപ്പോൾ മുഹമ്മദ് യൂനുസും അതുപോലെ തന്നെ ഷഹബാസ് ഷെരീഫും കൂടിക്കാഴ്ച നടത്തിയത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ ഊഷ്മളമായൊരു ബന്ധം തുടരാനുള്ള രണ്ട് നേതാക്കളുടെയും ഒരു തീരുമാനമുണ്ടാകുന്നു എന്നതിന് കൃത്യമായ തെളിവ് തന്നെയാണ് ആ ശരീരഭാഷയിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇവിടെയാണ് ഏറെ ഗൗരവമേറിയൊരു വിഷയം ഉയർന്നു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, തസ്ലിമ നസ്രീൻ ഉൾപ്പെടെയുള്ള അവിടെ നിന്ന് ഇത്തരത്തിലുള്ള പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ട സാഹചര്യമുണ്ടായി. അതായത് ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളെ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ രാജ്യം വിട്ടു പോകേണ്ടി വന്ന സാഹിത്യകാരി തസ്ലിമ നസ്രീൻ ഇപ്പോൾ അവർ ഡൽഹിയിൽ കഴിയുകയാണ്. അവരെല്ലാം പറഞ്ഞതുപോലെ 1971 ആർക്ക് വേണ്ടിയാണോ ഭാരതത്തിൻ്റെ നിരവധി സൈനികർ ജീവത്യാഗം ചെയ്തത്, അതുപോലെ തന്നെ
നിരവധി പേർക്ക് അഭയമായത്. അത്തരത്തിലുള്ള ഒരു രാജ്യവുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് നേരെ ആ രാജ്യത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നത്, അതായത് ഭാരതത്തിനെതിരായ നിലപാട് വളരെ കൃത്യമായി പാകിസ്ഥാൻ സ്വീകരിക്കുന്നുവെന്ന് നമുക്കറിയാവുന്നതാണ്. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ അത് സംബന്ധിച്ച് നിരവധിയായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഭീകരാക്രമണങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഭീകരരെ നുഴഞ്ഞു കയറാനുള്ള സൗകര്യമൊരുക്കുക, അത്തരത്തിൽ കാശ്മീരിലെല്ലാം വിഷയങ്ങൾ ഉണ്ടാക്കുക, അത്തരത്തിൽ ഗുരുതരമായി ഏത് രാജ്യത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണോ തങ്ങളുടെ ആ ഒരു സ്വത്വം വീണ്ടെടുക്കാൻ സാധിച്ചത് ആ രാജ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരുടെ ശത്രു രാജ്യത്തേക്ക് വീണ്ടും പോകുന്നു എന്ന രൂക്ഷമായൊരു വിമർശനം തസ്ലിമ നസ്രിൻ ഉയർത്തിയത് ആ ദിവസങ്ങൾക്ക് മുമ്പാണ്. ആ ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ആ ഒരു രൂക്ഷ വിമർശനം കുറേ കൂടി യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ കുറേ കൂടി ശക്തമായി നടപ്പാകുന്നുണ്ട് എന്നതിന് തെളിവ് കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഈ രാജ്യങ്ങൾ, അതായത് ഇസ്ലാമിക രാജ്യങ്ങൾ, ഇസ്ലാമിക് ഭരണ സ്വഭാവമുള്ള രാജ്യങ്ങളിലേക്ക് ഒരു സെക്യുലർ സ്വഭാവമുണ്ടായിരുന്ന ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കി മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് ഏത് അപകടമാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതുമാണ്. തീർച്ചയായും ഇത്തരത്തിലൊരു വിഷയമാണ് ഇവിടെ അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ പല വിഷയങ്ങളും ചർച്ചയായി. ആ വിഷയങ്ങൾ ചർച്ചയായതിൽ തീർച്ചയായും നയതന്ത്ര ബന്ധങ്ങൾ തന്നെയാണ്, ഈ D8 രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ തന്നെയാണ് പ്രാധാന്യത്തോടെ കാണുന്നത് എങ്കിൽ കൂടി അതിൻ്റെ ഒരു ആഘാതം നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിലുള്ള വാണിജ്യ ബന്ധങ്ങൾ ശക്തമാക്കുക, അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുക, പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടത്തുമ്പോൾ ഏത് രീതിയിലാണിത് മറ്റൊരു ആഘാതമായി വന്നു ചേരുക, ഏത് രീതിയിലുള്ള താല്പര്യങ്ങളാണ് അവിടെ നടപ്പാക്കപ്പെടുക എന്നതെല്ലാം തന്നെ അതീവ ഗൗരവതരമായി പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ് 1971 70-ലാണ് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു വോട്ടെടുപ്പിനെതിരെ കൃത്യമായ നിലപാടെടുക്കുകയും മുജീബുർ റഹ്മാൻ്റെ അവാമി ലീഗ് നിലപാടെടുക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ ഒരു പട്ടാള നീക്കങ്ങളെല്ലാം തന്നെ സൈന്യം അവിടെ നടത്തുകയും ചെയ്തു, പാകിസ്ഥാൻ സൈന്യം നടത്തുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭാരതം കൃത്യമായൊരു ഇടപെടൽ നടത്തുകയും ആ രാജ്യത്തിൻ്റെ സ്വത്വം വീണ്ടെടുക്കുന്നതിന്, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ, തീർച്ചയായും അതൊരു ഇസ്ലാമിക രാജ്യമാണ് എങ്കിൽ കൂടി അതിൻ്റെ എത്നിക് സ്വഭാവങ്ങൾ, അതായത് അതിൻ്റെ വംശീയ സ്വഭാവങ്ങളെല്ലാം തന്നെ വൈവിധ്യങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്, പാകിസ്ഥാൻ്റെ സ്വഭാവത്തിന് നേരെ തിരിച്ചാണ് ബംഗ്ലാദേശിൻ്റെ സ്വഭാവം നേരത്തെ ഇതുവരെ ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ സ്വഭാവമായിരുന്നുവെങ്കിൽ ആ രാജ്യവുമായി കൂട്ടുകൂടാനുള്ളൊരു നീക്കം നടത്തുന്നു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. തീർച്ചയായും ഭാരതം അതീവ ഗൗരവത്തോടെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നുണ്ട്. നിലവിൽ അതൊരു വാണിജ്യ ബന്ധങ്ങളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളുടെയും പരിധിയിൽ നിൽക്കുന്നു എങ്കിൽ കൂടി ഒരു പരിധിവരെ പാകിസ്ഥാൻ്റെ ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ശക്തി നൽകാനുള്ള, അല്ലെങ്കിൽ ശക്തമാക്കാനുള്ള ഒരു സാധ്യത കൂടി തുറക്കുക എന്നതാണ് പാകിസ്ഥാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ പുറത്തു വരുന്ന സൂചനകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗരവമേറിയൊരു സംഭവമാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായി വരാനുള്ള സാധ്യതയുണ്ട്. സൈനികമായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളോ ഒന്നും ഭാരതത്തിൻ്റെ നേരെ എടുക്കാവുന്ന അത്ര ശക്തിയുള്ള, ഭാരതത്തെ വെച്ച് നോക്കുമ്പോൾ ദുർബലമായ രാജ്യങ്ങളാണ് എങ്കിൽ കൂടി അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നേരത്തെ തസ്ലിമ നസ്രിൻ പറഞ്ഞതുപോലെ ആരാണോ തങ്ങളുടെ അസ്തിത്വം വീണ്ടെടുക്കാൻ വേണ്ടി സഹായിച്ചത് അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആരാണോ തങ്ങൾക്ക് നീതി നിഷേധിച്ചത് ചരിത്രത്തിൽ അവരോടൊപ്പം കൂടുന്നു എന്ന വലിയൊരു വിമർശനം ലോകത്തുണ്ട്, സാഹിത്യരംഗത്തുണ്ട്, അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തുണ്ട്. ഇപ്പോൾ നിലവിൽ അത് രാഷ്ട്രീയ സത്യമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. ശരി, സമഗ്രമായ റിപ്പോർട്ട് പങ്കുവച്ചത് ഇന്റർനാഷണൽ ഡെസ്കിൽ നായിസൻ ജോസ്. ഒരിക്കൽ കൂടി നോക്കി വരാം പ്രധാന വാർത്തകൾ. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ ബാങ്ക് മുൻ പ്രസിഡന്റിന്റെ ഭീഷണി സംഭാഷണം പുറത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈത്തിൽ. ഭാരത പ്രധാനമന്ത്രി കുവൈത്ത് സന്ദർശിക്കുന്നത് 43 വർഷത്തിന് ശേഷം. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ ആരോഗ്യനില വീണ്ടും വഷളായി. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകളിലൂടെ തട്ടിയെടുത്ത കോടികൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചോ എന്ന അന്വേഷണം. ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ പാഞ്ഞുകയറി 2 മരണം, മരിച്ചവരിൽ ഒരു കുട്ടിയും. ജർമ്മനിയിലെ മഗ്ഡൻബർഗിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ പാഞ്ഞുകയറി 2 മരണം, മരിച്ചവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. 68 പേർക്ക് പരിക്ക്. കാർ ഓടിച്ച സൗദി പൗരൻ പോലീസിന്റെ പിടിയിലാണ്. 2006 മുതൽ ഇയാൾ ജർമ്മനിയിൽ ഡോക്ടറാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഈ ആക്രമണത്തിൽ ഒരു അട്ടിമറി സാധ്യത, ആസൂത്രണം ഉണ്ട് എന്ന് തന്നെയാണോ പോലീസിന്റെ നിഗമനം?
തീർച്ചയായും രോഹിണി, ജർമ്മൻ പോലീസിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിവേഗതയിൽ ഇത്തരത്തിൽ ക്രിസ്മസ് മാർക്കറ്റ് നടക്കുന്നത് നമുക്കറിയാവുന്നതാണ്. ക്രിസ്മസ് മാർക്കറ്റുകളുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ക്രിസ്മസ് മാർക്കറ്റുകളെയും അതുപോലെ തന്നെ ഈ ആഘോഷങ്ങളുടെ സമയത്തുണ്ടാകുന്ന മാർക്കറ്റുകളുടെയും ഒരു സ്വഭാവം റോഡിലുമെല്ലാം തന്നെ തിങ്ങി നിറഞ്ഞ ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതിവേഗതയിൽ ഈ കാർ ജനങ്ങൾക്കിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. നമുക്കറിയാവുന്നതാണ് ജർമ്മനിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ ചില പ്രത്യേകതകളെല്ലാം തന്നെയുണ്ട്. ജർമ്മനിയിൽ ഈ ഹോൺ ഉപയോഗിക്കുന്നത്, അതായത് വാഹനങ്ങളുടെ ഹോണുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണമുള്ള ഒരു പ്രദേശം കൂടിയാണ്. ആ സാധ്യത കൂടി ഇയാൾ മുതലെടുത്തു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒരു അപകടകരമായൊരു സാഹചര്യത്തിൽ ഹോൺ മുഴക്കാതെ പാഞ്ഞു വന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ സൂചനകൾ വരുന്നത്. എന്നാൽ അത് സംബന്ധിച്ച് സ്ഥിരീകരണം ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു അതിവേഗതയിൽ കാറ് ഇങ്ങനെ ഒരു മേഖലയിലേക്ക്, ഇത്തരത്തിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞതിനിടയിലേക്ക് പാഞ്ഞു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മരണത്തിന് വഴിവെക്കുകയും അതുപോലെ 2 പേരുടെ മരണത്തിനും 68 എന്നാണ് അല്പസമയം മുമ്പ് വരെ നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലും കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും വലിയ ജനത്തിരക്കുള്ളൊരു പ്രദേശത്തേക്കാണ് ഈ കാർ പാഞ്ഞു കയറിയത് എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എന്ന നിലപാടാണ് ജർമ്മനിക്കുള്ളത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ തുടരുന്നുണ്ട്. പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ 2006 മുതൽ അവിടെ പ്രവർത്തിക്കുന്ന സൗദി പൗരനായ ഒരു ഡോക്ടറാണ്. ഈ ഡോക്ടർ ഏത് രീതിയിലാണ് ഈ ആക്രമണത്തിലേക്ക് വഴിവെച്ചത്? അത് മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാമാണ്? അതായത് എല്ലാ സാധ്യതകളും പരിശോധിക്കും. അതിനുശേഷം വ്യക്തമായൊരു നിഗമനത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ജർമ്മനിയിലെ പോലീസ് അനൗദ്യോഗികമായി നൽകുന്ന സൂചന. മാത്രമല്ല ഓലാഫ് സ്കോൾസ്, അത് ജർമ്മൻ ചാൻസലർ പ്രദേശം സന്ദർശിക്കുമെന്നുകൂടി ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം റിപ്പോർട്ടുകൾ, അടിസ്ഥാനപരമായ ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ, വിവരങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ചില ആകുലതകൾക്കുള്ള സാഹചര്യം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതീവ ഗുരുതരമായൊരു സാഹചര്യം ജർമ്മനിയിൽ ഉടലെടുത്തിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ 2 പേർ മരിച്ചു, 68 പേർക്ക് പരിക്കേറ്റുവെന്ന് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ട്. ഒരു കുട്ടിയാണ് മരിച്ചവരിൽ ഒരാൾ എന്നും സ്ഥിരീകരണവും വരുന്നുണ്ട്. ഇത്തരത്തിൽ ക്രിസ്മസ് മാർക്കറ്റുകൾ, ഇനി തിരക്കേറുന്ന ക്രിസ്മസ് മാർക്കറ്റുകളെ കേന്ദ്രീകരിച്ച് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായേക്കാമോ എന്ന ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ജർമ്മൻ പോലീസിന് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. രോഹിണി, ശരിയായി സൻ. ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ പാഞ്ഞു കയറി 2 മരണം, 68 പേർക്ക് പരിക്ക്. കാർ ഓടിച്ച സൗദി പൗരൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹം കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ജർമ്മനിയിൽ തന്നെയുള്ളതാണ്, ഡോക്ടറാണ് എന്നുള്ള പ്രാഥമിക വിവരങ്ങളും വരുന്നുണ്ട്. അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്താനായി നടപടി കടുപ്പിച്ച് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ. ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ പ്രത്യേക പരിശോധനകൾ ആരംഭിച്ചു. വിദ്യാർത്ഥികളുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിച്ച് നടപടി കർശനമാക്കാൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ചേർന്നുണ്ട്. നന്ദൻ, നമുക്കറിയാം ബംഗ്ലാദേശിൽ വലിയൊരു ഹിന്ദു വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു വംശഹത്യ എന്ന് പോലും നമുക്ക് പറയേണ്ടി വരും. ഹിന്ദു ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു, ഹിന്ദു സ്ത്രീകളെ ഉപദ്രവിക്കുന്നു. അങ്ങനെ ഹിന്ദുക്കളെ ഏതെല്ലാം വിധത്തിൽ ആക്രമിക്കാൻ കഴിയുമോ ആ വിധത്തിലെല്ലാം ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയല്ലേ ഈ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്താനായുള്ള നടപടികൾ കടുപ്പിച്ചിരിക്കുന്നത്? ബംഗ്ലാദേശിൽ തുടരുന്ന അരക്ഷിതാവസ്ഥ തന്നെയാണ് ഇത്തരമൊരു പരിശോധനയ്ക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു നിർദ്ദേശം നൽകുവാൻ വേണ്ടി MCDയെ, ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനെ പ്രേരിപ്പിച്ചത്. അതായത് പ്രധാനമായും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ചൂണ്ടിക്കാണിക്കുന്നത് സ്കൂളുകളിൽ പ്രത്യേക പരിശോധന നടത്തുവാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണമെന്നുള്ളതാണ്. ഓരോ വിദ്യാർത്ഥികളുടെയും രേഖകൾ കൃത്യമായി തന്നെ പരിശോധിക്കണം. അതിൽ ബംഗ്ലാദേശിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ എത്തപ്പെട്ടവരുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ രേഖകൾ അത് കൃത്യമായിട്ടുള്ള രേഖകളാണോ അല്ലെങ്കിൽ അത് വ്യാജരേഖയാണോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ നിർദ്ദേശങ്ങളിലൊന്ന്. ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നിരവധി വ്യാജരേഖകളിൽ പലരും ബംഗ്ലാദേശിൽ നിന്നും എത്തി ഇവിടെ അനധികൃതമായി രാജ്യതലസ്ഥാനത്ത് താമസിക്കുന്നു. അവർ അക്രമങ്ങളിൽ മറ്റും പങ്കാളികളാകുന്നു, അതേപോലെ തന്നെ മോഷണങ്ങളിലും മറ്റും ഏർപ്പെടുന്നു എന്നുള്ളതാണ് കൃത്യമായുള്ള നിരീക്ഷണം വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കർശന പരിശോധനയിലേക്ക് നീങ്ങുവാൻ വേണ്ടി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഓരോ വിദ്യാർത്ഥികളുടെയും ജനന സർട്ടിഫിക്കറ്റ് അടക്കം കൃത്യമായി പരിശോധിക്കണമെന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ നിലവിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ ഏതെങ്കിലും തരത്തിൽ അതിനുവേണ്ടി സർട്ടിഫിക്കറ്റുകൾക്കായി സമർപ്പിച്ച രേഖകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജരേഖകളുണ്ടോ എന്നുള്ളത് കൃത്യമായി അത് പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം MCD നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ ഓരോ ചേരികളിലെ ഈ ഡൽഹിയിലെ ചേരി പ്രദേശങ്ങളിലെ വീടാന്തരം കയറി
കയറി പോലീസുകാരുടെ നേതൃത്വത്തിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ രേഖകൾ പരിശോധിച്ചിരുന്നു. അതിൻ്റെ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ന്യൂഡൽഹിയിലെ 13 ജില്ലകളിലായി ഓരോ സോണുകളായി തിരിച്ചുകൊണ്ട് ഓരോ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ചുകൊണ്ട് വീടുകൾ കയറിയിറങ്ങി ഇത്തരം രേഖകൾ പരിശോധിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ ഏതാണ്ട് 300-ലധികം അനധികൃതമായി കുടിയേറിയ ആൾക്കാരെ വ്യാജരേഖകളുമായി രാജ്യതലസ്ഥാനത്ത് താമസിക്കുന്നവരെ കണ്ടെത്തി. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ സ്കൂളുകളിലേക്കും പരിശോധന വ്യാപിപ്പിക്കുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ അനധികൃതമായി കുടിയേറിയവരുടെ കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടാകും. അവരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു നിർദ്ദേശം. ഈ രേഖകൾ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ മുഴുവൻ രേഖകളും പ്രത്യേകിച്ച് ജനന സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവുമായി ഇപ്പോൾ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി നന്ദൻ. തിരുവനന്തപുരം ജില്ലാ CPM സമ്മേളനം ആരംഭിക്കുമ്പോൾ വിവാദ വിഷയങ്ങളടക്കം ചർച്ചയാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പോലും വിമർശനങ്ങൾ ഉയരും എന്നുള്ള ആശങ്കയിൽ തന്നെയാണോ ജില്ലാ നേതൃത്വം? തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റു ജില്ലകളെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ കണക്കാക്കാൻ സാധിക്കില്ല. CPM-ൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കൊല്ലം ജില്ലാ സമ്മേളനം കഴിഞ്ഞതിൽ തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ ഏരിയ സമ്മേളനങ്ങളിലൊക്കെ വിമർശനങ്ങൾ അധികമായി ഉയർന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഈ ജില്ലാ സമ്മേളനത്തിൽ ഉയരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം വിവിധ വകുപ്പുകൾക്ക് ഉണ്ടായ വീഴ്ചകൾ, ക്ഷേമ പെൻഷനുകൾ നൽകാനുണ്ടായ കാലതാമസം, നിലവിൽ ഇപ്പോഴും ക്ഷേമ പെൻഷനുകൾ പൂർണ്ണമായും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ഈ ഒരു പ്രതിനിധി സമ്മേളനമാണ് ഇന്ന് തുടങ്ങുന്നത്. ഈ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയാകാനുള്ള സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഏരിയ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ഓരോ ഏരിയ സമ്മേളനങ്ങളിലും ഉയർന്നു വന്നിരുന്നു. ഒപ്പം തന്നെ നേതാക്കൾ പാർട്ടി വിട്ട് പുറത്തു പോകുന്ന സാഹചര്യം, മധു മുല്ലശ്ശേരി അടക്കമുള്ളവർ പാർട്ടി വിട്ട് ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ നേരിട്ട് BJP-യിലേക്ക് എത്തുന്ന സാഹചര്യം, അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ CPM-നെ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്നുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഏരിയ സമ്മേളനങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു. കോർപ്പറേഷന്റെ പ്രവർത്തനവും മേയർ ആര്യ രാജേന്ദ്രന്റെ ഇടപെടലുകൾ, അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഇന്നത്തെ ജില്ലാ സമ്മേളനങ്ങളിൽ ചർച്ചയാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രതിനിധി സമ്മേളനമാണ് ഇന്ന് ആരംഭിക്കുന്നത്. പ്രതിനിധി സമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്യും. അവസാനം ഈ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ CPM-ന് ഏറ്റവും കൂടുതൽ വിഷയങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. CPM-ലുള്ള വിവാദ വിഷയങ്ങൾക്കുപരി പാർട്ടിക്കുള്ളിലെ വിഭാഗീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു ജില്ലാ സമ്മേളനത്തിൽ അല്ലെങ്കിൽ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയാകാനുള്ള സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും വിവിധ വകുപ്പുകളിൽ വീഴ്ച വന്നിട്ടുള്ള കാര്യങ്ങൾ ജില്ലാ സമ്മേളനങ്ങളിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ പാർട്ടി നേരിട്ട് ഭരണം നടത്തുന്ന സഹകരണ ബാങ്കുകളുടെ പ്രതിസന്ധി, തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സഹകരണ ബാങ്കുകൾ ഭരിക്കുന്നത് CPM ആണ്. CPM നേതൃത്വം നൽകുന്ന എല്ലാ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക തിരിമറി അടക്കമുള്ള വലിയ ആരോപണങ്ങൾ CPM-ന്റെ പ്രാദേശിക നേതാക്കൾ ആരോപണങ്ങളിൽ വിധേയരാകുന്ന ഒരു സാഹചര്യം. ഈ ഘട്ടങ്ങളിലൊക്കെ ഈ പ്രാദേശിക നേതാക്കൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉയരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പാർട്ടി നേതാക്കളുടെ പണപ്പിരിവ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം പാർട്ടിയുടെ ഏറ്റവും അടിത്തട്ടിലുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വലിയ സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തുന്നു. പാർട്ടി ഭരണത്തിലെത്തിയതിനു ശേഷം വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തുന്നു എന്നതൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഏതൊക്കെ തരത്തിൽ അത് പ്രായോഗിക തലത്തിൽ ഫലത്തിലെത്തും എന്ന് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ നമുക്കറിയാൻ സാധിക്കുന്നത് V. ജോയി തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരാനുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം മറ്റു വിമത സ്വരങ്ങൾ ജോയിക്കെതിരെ ഉയരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. പക്ഷേ ആനാവൂർ
പക്ഷം പഴയ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ പക്ഷം ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തലപൊക്കി ഉണ്ടെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ജോയിക്ക് തന്നെയാണ് സാധ്യതകൾ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തുടരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ വിനീഷ്, ഒരു കാര്യം കൂടി നമ്മൾ കണ്ടതാണ്, കൊല്ലം ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൽ എത്രത്തോളം രൂക്ഷ വിമർശനമാണ് നേതൃത്വത്തിനെതിരെയൊക്കെ ഉയർന്നത് എന്നുള്ളത്. അവസാനം ഇതിൻ്റെ റിപ്പോർട്ട് തന്നെ തിരികെ വാങ്ങേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് പോലും CPM എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും തിരുവനന്തപുരം ജില്ലാ CPM സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ കോർപ്പറേഷൻ ഭരണം, അതിലെ അപക്വമായ തീരുമാനങ്ങൾ, മേയറുടെ പല വിവാദ പരാമർശങ്ങളും, അതോടൊപ്പം നിയമം സഹകരണ ബാങ്ക് തട്ടിപ്പ്, ഇതെല്ലാം ചർച്ചാ വിഷയമാകും. ഏറ്റവും ഒടുവിലായി നമുക്കറിയാം വഞ്ചിയൂരിൽ വഴി തടഞ്ഞുകൊണ്ടുള്ള CPM സമ്മേളനം നടത്തിയത്. അതിനെതിരെ ഹൈക്കോടതി പോലും ഇടപെട്ട സാഹചര്യം, CPM-ന്റെ മുതിർന്ന നേതാക്കളടക്കമുള്ള അപക്വമായ പരാമർശം, കഴിഞ്ഞ ദിവസം വിജയരാഘവന്റെയൊക്കെ പരാമർശം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതെല്ലാം തന്നെ സാധാരണക്കാരിൽ ഒരു അവമതിപ്പുണ്ടാക്കും എന്നുള്ളത് തുറന്നു പറയാനുള്ള ധൈര്യം ഇത്തരം ജില്ലാ സമ്മേളനങ്ങളിൽ കാണിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാമോ? നിലവിലെ സാഹചര്യത്തിൽ CPM ഇത്തരം വിഷയങ്ങളിൽ ഒരു തുറന്ന പറച്ചിൽ ഉണ്ടാക്കില്ല. തുറന്നു പറച്ചിൽ സാധാരണ CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല. കാരണം നമുക്കറിയാം വഞ്ചൂരിൽ വഴി തടഞ്ഞുകൊണ്ട് ഏരിയ സമ്മേളനം നടത്തിയ ഘട്ടത്തിനെ പോലും അതിനെപ്പോലും നേതാക്കൾ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും CPM-നുള്ളത്. കാരണം വിജയരാഘവൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ജനങ്ങൾക്കെതിരെയുള്ള ഒരു വിമർശനങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏരിയ സമ്മേളനത്തിനെതിരെ ഉയർന്ന കോടതിയുടെ ഇടപെടലുകളെ സംബന്ധിച്ച് അദ്ദേഹം പരാമർശം നടത്തിയത്. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു തുറന്നു പറച്ചിലൊന്നും ഒരു ഘട്ടത്തിലും CPM ഇതുവരെയും നടത്തിയിട്ടില്ല. ആ ഒരു തുറന്നു പറച്ചിലേക്ക് പോകാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നില്ല. പാർട്ടിക്കുള്ളിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് പൊതുസമൂഹത്തിനുള്ളിൽ അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും എന്നൊക്കെ ഉള്ള ഒരു ഭീതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് സൃഷ്ടിക്കുക മാത്രമാണ് CPM കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേഷൻ ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള വിമർശനങ്ങൾ പൊതുവെ CPM പരസ്യമായി പറയാൻ, പ്രത്യേകിച്ച് മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ളവർ ഈ കോർപ്പറേഷൻ ഭരണത്തിൽ വലിയ അതൃപ്തിയാണ് കാഴ്ചവെക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനത്തെ ശിവൻകുട്ടി അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലായി വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരം വിമർശനങ്ങൾ മാത്രം ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരാനുള്ള സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പരസ്യമായ കുറ്റസമ്മതം ഇത്തവണ CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ശരി വിനീഷ്, തിരുവനന്തപുരം CPM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. നിരവധി വിവാദ വിഷയങ്ങളുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഒരു തുറന്ന ചർച്ച അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം എത്രത്തോളം എന്നുള്ളത് ഇനിയും നോക്കി കാണേണ്ടതാണ്. CPM എപ്പോഴും പാർട്ടിക്കുള്ളിൽ തന്നെ ഇത് ചർച്ച ചെയ്യുകയും ഒതുക്കി തീർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സാധാരണക്കാർ ഇതൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി CPM മറക്കരുത്. പാർട്ടി നേതൃത്വത്തിനെതിരെ പോലും രൂക്ഷമായ വിമർശനം തന്നെയാണ് പല സാഹചര്യങ്ങളിലും ഉയർന്നു വന്നിട്ടുള്ളത്. വന്യമൃഗശല്യം രൂക്ഷമായ കോതമംഗലം കുട്ടമ്പുഴയിൽ ഫെൻസിങ്ങും കിടങ്ങും തെരുവ് വിളക്കുകളും സ്ഥാപിക്കുമെന്ന ജില്ലാ കളക്ടറുടെ വാഗ്ദാനം പാഴ്വാക്കാവുന്നു. കാട്ടാൻ ആക്രമണത്തിൽ കാൽനട യാത്രക്കാരനായ കുട്ടമ്പുഴ നാച്ചേരി സ്വദേശി എൽദോസ് മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെയായിരുന്നു കളക്ടറുടെ വാഗ്ദാനം. ഇതേസമയം മുൻപ് ഇവിടെ ഫെൻസിംഗ് സ്ഥാപിച്ചതിൽ ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം എന്തൊരു സംഭവം ഉണ്ടായാലും ഉടനെ വാഗ്ദാനങ്ങളുമായി മുൻപോട്ട് വരാൻ അധികൃതർ ഒട്ടും മടി കാട്ടാറില്ല. പക്ഷേ അത് നടപ്പിലാക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ മാത്രം ചില പാകപ്പിഴകൾ വരാറുമുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ മരിച്ചു, അല്ലെങ്കിൽ കാട്ടാൻ ആക്രമണത്തിൽ മരിച്ചു, വലിയ പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ആ സമയത്ത് വാഗ്ദാനം നൽകി പോയതല്ലാതെ അത് നടപ്പാക്കുന്നതിൽ ചെറിയ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുകയാണല്ലേ?
ദേവിക, ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വനയോര മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ അത് നടപ്പാക്കാതെ പദ്ധതികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുമ്പോൾ, എന്നാൽ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ കണക്കെടുത്താൽ കോടികളാണ് ഈ മേഖലയിൽ ചിലവഴിച്ചതായി കണക്കുകളിലുള്ളതും. എന്നാൽ അത് എത്രത്തോളം അവിടുത്തെ വനയോര മേഖലയിലെ ജനങ്ങൾക്ക് പ്രയോജനകരമായി, അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ എത്രത്തോളം പ്രയോജനകരമായി എന്നതിലാണ് ഏറ്റവും വലിയ പ്രശ്നം നിലനിൽക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം അവിടെ ഒരു കിടങ്ങ് സ്ഥാപിച്ചുകൊണ്ട് വന്യമൃഗങ്ങളെ ചെറുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ തെരുവ് വിളക്കുകൾ പോലും ഈ കാടിന് നടുവിലൂടെയുള്ള പാതയിൽ ഒരിടത്തും സ്ഥാപിച്ചിട്ടില്ലായിരുന്നു. അതുതന്നെയാണ് എൽദോസ് എന്ന യുവാവിൻ്റെ മരണത്തിനും കാരണമായത്. ഇല്ലെങ്കിൽ ആനയെ കാണാനും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനും സാധിക്കുമായിരുന്നു. അപ്പോൾ ഇത്തരം വലിയ ഒരു വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം മുന്നോട്ട് വെച്ചത്. മൃതദേഹം മാറ്റാൻ പോലും സമ്മതിക്കാതെ 7 മണിക്കൂർ നീണ്ട പ്രതിഷേധമായിരുന്നു. ഇതിനൊടുവിലാണ് ജില്ലാ കളക്ടറുടെ പ്രഖ്യാപനം വരുന്നത്. നാളെ തന്നെ ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനവും കിടങ്ങ് സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനവും തുടങ്ങും. 5 ദിവസത്തിനുള്ളിൽ എല്ലാ ഇടങ്ങളിലും തെരുവ് വിളക്കുകൾ തെളിയിക്കും. എന്നാൽ ആദ്യത്തെ 2 ദിവസം എൽദോസിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നന്നും തൊട്ടടുത്ത ദിവസവും ഈ കിടങ്ങ് സ്ഥാപിക്കുന്നതിനായി JCB എത്തുകയും ചില അളവെടുപ്പുകൾ നടത്തുകയും മറ്റും ചെയ്തെങ്കിൽ ഈ 2 ദിവസം കൊണ്ട് ആ പ്രവർത്തനം നിലച്ച അവസ്ഥയാണ്. പിന്നീടുള്ള 2 ദിവസവും ഒരു പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. ഫെൻസിങ്ങിനായുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല. തെരുവ് വിളക്കുകൾ ഈ ക്നാച്ചേരി ഭാഗത്ത് എൽദോസ് മരിച്ച ഭാഗങ്ങളിൽ മാത്രമാണ് തെളിയിച്ചിട്ടുള്ളതും. അപ്പോൾ ഇതിൽ വലിയ പ്രതിഷേധമാണ് വീണ്ടും കുട്ടമ്പുഴ നിവാസികളിൽ നിന്നും ഉയരുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് അവിടെ നേരത്തെ സ്ഥാപിച്ചിരുന്ന ഫെൻസിങ് 10 ലക്ഷത്തിലധികം രൂപ മുടക്കി സ്ഥാപിച്ചതാണ്. എന്നാൽ ഒരു തെരുവുനായി ചാടിയാൽ പോലും ഉരുണ്ടു വീഴുന്ന തരത്തിൽ തീർത്തും ബലം ഇല്ലാത്തതായ പൈപ്പുകളിലാണ് ഇത് സ്ഥാപിച്ചത്. അതിൽ 1 മാസം മാത്രമാണ് ചാർജ് ചെയ്തത്. സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം 24 മണിക്കൂർ ലഭിക്കുന്ന സംവിധാനം ഒരുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതിനുള്ള ഒരു സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിരുന്നുമില്ല. അപ്പോൾ ഇത് വലിയ ഒരു വീഴ്ചയാണ്. അതിലുപരി ഈ നാട്ടുകാരോടുള്ള അവഗണന എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അവരുടെ ഭൂമിക്ക് ഒരു സുരക്ഷിതത്വമില്ല. അതിലുപരി അവരുടെ ഒരു കൃഷി പോലും മുന്നോട്ട് പോകുന്നില്ല. ഈ കാട്ടിൽ നിന്നുള്ള ജീവികളുടെ ശല്യം, കാട്ടുപന്നിയായാലും അത്തരത്തിലുള്ള വിവിധ ഇനം മൃഗങ്ങളിൽ നിന്നുമാണ് ശല്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ അത് ജീവനോടി ഭീഷണിയാവുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എടുത്താൽ തന്നെ 2 പേരുടെ മരണമാണ് ഈ ക്നാച്ചേരി ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു 10-15 വർഷം എടുത്താൽ 13 പേർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും അതിന് നേരെ സർക്കാർ സംവിധാനങ്ങൾ കണ്ണടക്കിയാണ്. അതിൽ തദ്ദേശ സ്ഥാപനം പോലും ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് അവർക്ക് ഏറ്റവും നിരാശാജനകമായിട്ടുള്ളത്. അന്ന് കളക്ടർ തന്ന ഈ 3 ഉറപ്പിൽ അത് സംബന്ധിച്ച പ്രവർത്തനങ്ങളുടെ അവലോകനം ഈ വരുന്ന 27-ാം തീയതി അവിടെ വെച്ച് തന്നെ, അതായത് കുട്ടമ്പുഴ വെച്ച് തന്നെ നടത്തും, ജില്ലാ കളക്ടർ നേരിട്ടെത്തി നടത്തുമെന്നൊക്കെ പറഞ്ഞു പോയതാണെങ്കിലും ഈ പ്രവർത്തനങ്ങൾ മുടങ്ങിയതോടെ, ഇല്ലെങ്കിൽ ആ വാക്ക് പാലിക്കാഞ്ഞതോടെ ഇനി ഇങ്ങനെ ഒരു അവലോകന യോഗം നടക്കുമോ എന്ന കാര്യത്തിൽ പോലും വലിയ ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത്. ഇതേ സാഹചര്യത്തിൽ ഇന്നലെ എൽദോസ് മരണപ്പെട്ട ആ ഭാഗത്തടക്കം കാട്ടാന ഇന്നലെ ഇറങ്ങിയിരുന്നു. അതിനെ ഫോറസ്റ്റുകാരും നാട്ടുകാരും ചേർന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത്. അതുകൊണ്ട് വളരെ ഭീതിയോടെയാണ് അവിടെ ജനങ്ങൾ ജീവിക്കുന്നത്. അവർ വീണ്ടും വലിയ പ്രതിഷേധവുമായി ഇറങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഈ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിലൂടെ ഒരുക്കുന്നതും. ദേവിക, യെസ്, അത് തന്നെയാണ് സുധീഷ് സൂചിപ്പിച്ചതുപോലെ വന്യമൃഗശല്യം രൂക്ഷമായ മേഖലകളിൽ അധികൃതരുടെ വീഴ്ച വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന ചില സംഭവങ്ങളാണ് കോതമംഗലത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടമ്പുഴയിൽ ഫെൻസിങ്ങും കിടങ്ങും തെരുവ് വിളക്കുകളും സ്ഥാപിക്കുമെന്ന ജില്ലാ കളക്ടറുടെ വാഗ്ദാനം പാഴ്വാക്കാവുകയാണ്. കാട്ടാനാക്രമണത്തിൽ കാൽനട യാത്രക്കാരനായ കുട്ടമ്പുഴ ക്നാച്ചേരി സ്വദേശി എൽദോസ് മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെയായിരുന്നു കളക്ടറുടെ വാഗ്ദാനം. അതേസമയം മുൻപ് ഇവിടെ ഫെൻസിംഗ് സ്ഥാപിച്ചതിൽ ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മാത്രം ശേഷിക്കെ സംസ്ഥാന കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ വീണ്ടും സജീവമാകുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ട രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും. വിശാല ഐ ഗ്രൂപ്പ് സജീവമാക്കിയ ചെന്നിത്തലയ്ക്ക് പിന്നിൽ അണിനിരക്കുകയാണ് VD വിരുദ്ധ വിഭാഗവും. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, കോൺഗ്രസിന്റെ എക്കാലത്തെയും ശാപമാണ് ഗ്രൂപ്പ് പോര് എന്നുള്ളത്. എന്തായാലും ഇനി 1.5 വർഷങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാന നേതാക്കളെല്ലാം ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണ്. അതനുസരിച്ചുള്ള ഗ്രൂപ്പ് പോരും ശക്തമായി തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം അനുമാനിക്കാൻ.
ഈ പുനഃസംഘടനാ ചർച്ചകൾ തുടങ്ങിയതിന് പിന്നാലെ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ചേരിപ്പോര് രൂക്ഷമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയവും സംസ്ഥാന കോൺഗ്രസിൽ പിടിമുറുക്കുന്നതെന്ന് പറയാം. പ്രതിപക്ഷ നേതാവ് VD സതീഷിന് തന്നെയാണ് നിലവിൽ കോൺഗ്രസിൽ സംഘടനാ ബലമുള്ളത്. പഴയ എ ഗ്രൂപ്പ് നോമിനികളായ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വവും VD സതീഷിന് പിന്നിൽ അണിനിരക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലീഗിന് താല്പര്യമുണ്ടെന്നതും VD സതീഷിനൊപ്പം നിൽക്കാൻ നേതാക്കളെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ VD സതീഷിനും യുവനേതാക്കളും ചേർന്ന് പാർട്ടി പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങളിൽ അതൃപ്തരായിട്ടുള്ള ഒരു വിഭാഗം VD വിരുദ്ധരായ മുതിർന്ന നേതാക്കളാണ് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാവിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നത്. ഈ ഒരു അതൃപ്തി മുതലെടുത്തുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല പഴയ വിശാല ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നത്. K മുരളീധരനും K സുധാകരനും പോലെയുള്ള VD വിരുദ്ധ വിഭാഗത്തിലെ നേതാക്കൾ തൽക്കാലം ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി നിൽക്കുന്നു. എന്നാലും KC വേണുഗോപാലും തൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള നേതാക്കളാണ് KC വേണുഗോപാലിന് പിന്നിൽ അണിനിരക്കുന്നത്. എന്തായാലും മൂന്ന് വിഭാഗങ്ങളും സജീവമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. NSSനെയും SNDPയും ഒക്കെ ഒപ്പം നിർത്തി ചെന്നിത്തല ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിലെ നിലവിലെ ശാക്തിക ചേരികൾ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള സംവിധാനമാണ്. അതോടൊപ്പം പരമാവധി നേതാക്കളെയും യുവ നേതാക്കളെയും ഒപ്പം നിർത്തി ഘടകകക്ഷികളുടെയും പിന്തുണ ആർജിച്ച് ബാക്കിയെല്ലാം ഹൈക്കമാൻഡിന് വിടുക എന്നുള്ളതാണ് തൽക്കാലം VD സതീശൻ സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്നുള്ളത്. KC വേണുഗോപാലിനും ഇപ്പോൾ ദേശീയ നേതൃത്വത്തെ കൊണ്ട് തന്നെ സ്വന്തം പേര് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലൊക്കെ മുന്നോട്ട് വെപ്പിക്കാനുള്ള കരുത്ത് KC വേണുഗോപാലിനുണ്ട്. അങ്ങനെ പൂർണ്ണമായും ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു പോവുകയാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഈ പുനഃസംഘടനാ ചർച്ചകൾ പൂർത്തിയാകുന്നതോടെ നേതാക്കളുടെ നിലവിലുള്ള ഈ അലീജിയൻസും മറ്റു കാര്യങ്ങളുമൊക്കെ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ എങ്ങോട്ടാണ്, കോൺഗ്രസിലെ ഒരു ശാക്തിക ചേരികൾ രീതിയിലായിരിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊരു അന്തിമ രൂപമുണ്ടാകും എന്നുള്ളതാണ്. അത് കഴിയുമ്പോഴായിരിക്കും ഇപ്പോൾ ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി നിൽക്കുന്ന നേതാക്കൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുമോ അല്ലെങ്കിൽ പുതിയ നിലപാടുകൾ സ്വീകരിക്കുമോ എന്നുമൊക്കെ കാത്തിരുന്ന് ആ സാഹചര്യത്തിൽ കാണേണ്ടതുണ്ട്. അതോടൊപ്പം K മുരളീധരനെ പോലെയുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ശശി തരൂരിനെ പോലെയുള്ള നേതാവ് ഇവരൊക്കെ ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച മൂന്ന് ഗ്രൂപ്പുകളാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വീണ്ടും ഈ ഒരു ഗ്രൂപ്പിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതും ചേരിതിരിഞ്ഞുള്ള മത്സരങ്ങൾക്കുള്ള സാധ്യത തെളിയിക്കുന്നതും. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകൾ സജീവമാകുന്നു എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് നൽകിയത്. നമുക്ക് എന്തായാലും ഒന്നുകൂടി പ്രധാന തലക്കെട്ടുകൾ നോക്കി വരാം ഈ മണിക്കൂറിലെ. പാലക്കാട് വീണ്ടും അപകടമരണം. പുതുപ്പരിയാരം എസ്റ്റേറ്റ് ജംഗ്ഷനിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. മരിച്ചത് ബൈക്ക് യാത്രക്കാരായ 2 പേർ. കാസർഗോഡ് നിന്ന് അസം പോലീസ് പിടികൂടിയ ബംഗ്ലാദേശ് പൗരന് അൽ ഖ്വയ്ദ ബന്ധം. ഷാബ് ഷെയ്ഖ് എന്ന യുവാവിനെ പിടികൂടിയത് കാഞ്ഞങ്ങാട് നിന്ന്. RSS ഹൈന്ദവ നേതാക്കളെ വധിക്കാനും വർഗീയ കലാപങ്ങൾക്കും ലക്ഷ്യമിട്ടെന്ന STF. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ ബാങ്ക് മുൻ പ്രസിഡന്റിന്റെ ഭീഷണി സംഭാഷണം പുറത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈത്തിൽ. ഭാരത പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് 43 വർഷത്തിന് ശേഷം. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ ആരോഗ്യനില വീണ്ടും വഷളായി. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകളിലൂടെ തട്ടിയെടുത്ത കോടികൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചോ എന്നതിലും അന്വേഷണം. രാജ്യാന്തര കണ്ണികൾ കൂടി ഉൾപ്പെട്ട തട്ടിപ്പിൽ പണം എത്തിച്ച വഴികളിലേക്ക് കൂടിയാണ് ED അന്വേഷണം. കേരളത്തിലെ സമാന തട്ടിപ്പുകളുടെ സമഗ്ര റിപ്പോർട്ട് ഡൽഹിയിലെ ED ഹെഡ് ഓഫീസ് കൊച്ചി സോണൽ ഓഫീസിനോട് തേടിയിട്ടുണ്ട്. സുധീഷ് ഗോപാൽ തുടരുന്നുണ്ട്. സുധീഷ്, ഈ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട ചതികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് പിന്നിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് കൂടി കൂടുതൽ അന്വേഷണങ്ങൾ വ്യാപിപ്പിക്കുകയാണല്ലേ? ദേവിക, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ
കേവലം 4 പരാതികളിൽ നിന്നും മാത്രം. അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തന്നെ 12 കോടിയുടെ തട്ടിപ്പാണ്. ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ EDയുടെ അന്വേഷണമുള്ളത്. ഈ അന്വേഷണത്തിലാണ് ചൈനയിലേക്കാണ് ഏറ്റവും കൂടുതൽ മലയാളികളുടെ സിമ്മുകൾ, വിദ്യാർത്ഥികളിൽ നിന്നും സിമ്മുകൾ പോയിരിക്കുന്നു, അവരുടെ മേൽവിലാസം വെച്ചുള്ള അക്കൗണ്ട് വഴി സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നു എന്നീ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കിട്ടിയത്. ഇത് രാജ്യത്തിന് പുറത്തുള്ള ഒരു ശൃംഖല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നത് അറിഞ്ഞതോടെയാണ് കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം, ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അതോടെയാണ് അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കടക്കം ഉള്ള അതിനു വേണ്ടി ഈ പണം ഉപയോഗിക്കുന്നു എന്ന സൂചനകളിലേക്ക് കൂടി കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് കേന്ദ്ര ഏജൻസികളുടെയും കൂടി അന്വേഷണ പരിധിയിലേക്ക് ഈ സംഭവം വരാൻ പോകുന്നു. അതിലുപരിയാണ് ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ EDയുടെ കേന്ദ്ര ഓഫീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് നിസ്സാര കമ്മീഷന് വേണ്ടിയാണ് വിദ്യാർത്ഥികളെയും മറ്റും കരുവാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള സിമ്മുകൾ ശേഖരിക്കുകയും അത് രാജ്യത്തിന് പുറത്തേക്ക് കടത്തുകയും ആ സിമ്മുകൾ മുഖാന്തരം ഇത്തരം തട്ടിപ്പുകൾ നടത്തുകയും ചെയ്യുന്നത്. 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുള്ളതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇതിൽ 12 കോടി തട്ടിപ്പ് സംബന്ധിച്ചാണ് കൃത്യമായ പരാതികൾ ലഭിച്ചിരിക്കുന്നത്. പലരും ഇത് പുറത്ത് പറയാൻ മടിക്കുന്നവരുണ്ട്. ചിലർ കള്ളപ്പണമായതുകൊണ്ട് തന്നെ അവർക്ക് പരാതി നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്നാൽ ഇതിലെല്ലാം ഉപരി തട്ടിപ്പുകളുടെ മറ്റ് സംസ്ഥാനങ്ങളിലെയും എല്ലാം ഇത്തരം സമാനമായ തട്ടിപ്പുകളുടെ വിവരം കൂടി പുറത്തു വരുമ്പോൾ അത് ഞെട്ടിക്കുന്ന ഒരു തുകയാകും എന്നത് തന്നെയാണ് വിലയിരുത്തുന്നത്. ആ തുകകൾ വിനിയോഗിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കാണുന്ന സൂചന കൂടി വന്നതോടെ ഇതിനെ NIA അടക്കമുള്ള റോയ് അടക്കമുള്ള ഏജൻസികളുടെ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് ഈ വിഷയം വരാൻ പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഗൗരവതരമായി കാണാൻ കഴിയുന്നത്. എന്ത് തന്നെ ആയാലും ഇതിന് തടയണം. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ വന്നാൽ പോലും ഇപ്പോഴും പറ്റിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. വിവിധ പ്രശസ്തമായ ട്രേഡിംഗ് കമ്പനികളുടെ പേര് പറഞ്ഞ് വ്യാജ സൈറ്റുകളും മറ്റും രൂപപ്പെടുത്തിയാണ് ഈ തട്ടിപ്പിന് ആൾക്കാരെ ഇരയാക്കുന്നത്. ഇത് സംബന്ധിച്ച നിരവധി മുന്നറിയിപ്പുകൾ ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും തട്ടിപ്പിന് ഇരയാവുന്നവർ വീണ്ടും വീണ്ടും വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇതേ സാഹചര്യത്തിൽ ഇത്തരം തട്ടിപ്പ് നടത്തുന്നത് രാജ്യവിരുദ്ധത്തിനോട് ആവുമ്പോൾ അതിൻ്റെ ഗൗരവവും കൂടുകയാണ്. ജനങ്ങൾ കൂടുതൽ ശ്രദ്ധ ഇതിൽ ചെലുത്തേണ്ട ഉത്തരവാദിത്വം സാധാരണക്കാരായ ജനങ്ങളിലേക്കും വരികയാണെന്നതാണ് നമുക്ക് വിലയിരുത്തപ്പെടേണ്ടതും. ദേവിക, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കാസർഗോഡ് നിന്ന് അസം പോലീസ് പിടികൂടിയ ബംഗ്ലാദേശ് പൗരന് അൽ ഖ്വയ്ദ ബന്ധം. ഷാബ് ഷെയ്ഖ് എന്ന യുവാവിനെ കാഞ്ഞങ്ങാട് നിന്നാണ് അസം പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പിടികൂടിയിരുന്നത്. RSS ഹൈന്ദവ നേതാക്കളെ വധിക്കാനും വർഗീയ കലാപങ്ങൾ ലക്ഷ്യമിട്ടുമായിരുന്നു ഇയാൾ എത്തിയതെന്ന് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വ്യക്തമാക്കി. അൽ ഖ്വയ്ദ അനുബന്ധ സംഘടനയായ അൻസാറുള്ള ബംഗ്ലായുമായി ഷാബ് ഷെയ്ഖിന് ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് നിന്ന് അസം പോലീസ് പിടികൂടിയ ബംഗ്ലാദേശ് പൗരന് അൽ ഖ്വയ്ദ ബന്ധമുണ്ടെന്നൊരു സ്ഥിരീകരണം ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഷാബ് ഷെയ്ഖ് എന്ന യുവാവിനാണ് ഇത്തരത്തിൽ അൽ ഖ്വയ്ദ ബന്ധമുണ്ടെന്ന ഒരു വിവരം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതായത് പ്രധാനമായും ഈ അസമിലെ തീവ്രവാദ പ്രവർത്തനവും ഒക്കെയായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയായിരുന്നു ഇദ്ദേഹം. പിന്നീട് ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ പ്രതിക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസൊക്കെ തന്നെയും ഇറക്കിയിരുന്നു. പിന്നീട് 6 മാസങ്ങൾക്ക് മുൻപാണ് കാസർഗോഡ് കേന്ദ്രീകരിച്ച് ഇദ്ദേഹം ഈ പ്രതി എത്തുന്നത്. പ്രധാനമായും കെട്ടിട നിർമ്മാണ പണിക്ക് വേണ്ടിയാണ് ഇവിടെ എത്തിയത്. പിന്നീട് പോലീസിലേക്ക് ഇദ്ദേഹത്തെ എത്തിച്ചത് എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത്തരത്തിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു ചിത്രം, ആ ചിത്രം വഴിയാണ് ഈ അസം പോലീസ് ഇദ്ദേഹത്തെ തേടി ഇവിടെ എത്തുന്നതും പിന്നീട് കാസർഗോഡ് നിന്ന് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. നമുക്ക് അറിയാൻ സാധിച്ചത് അസമിലെ ഭീകര പ്രവർത്തനങ്ങളിലൊക്കെ തന്നെയും പ്രതിയായ വ്യക്തിയാണ് ഈ ഷാബ് ഷെയ്ഖ് എന്ന് പറയുന്നത്. ഈ പ്രധാനമായും ഹൈന്ദവ സംഘടനകളെ കേന്ദ്രീകരിച്ചുള്ള മത തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയായിരുന്നു. RSS ഹൈന്ദവ നേതാക്കളെ വധിക്കാനോ വർഗീയ കലാപങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ പ്രതി നടത്തിയത് എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായത്. അന്യസംസ്ഥാന തൊഴിലാളികളോടൊപ്പം താമസിക്കുകയായിരുന്നു. അതായത് പ്രധാനമായും വ്യാജ പാസ്പോർട്ട് വിഷയത്തിലാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അസം സ്വദേശിയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കയ്യിൽ നിന്നും വ്യാജ പാസ്പോർട്ടും ID-യും ഒക്കെ തന്നെയും ഈ പോലീസ് കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ ഹൈന്ദവ സംഘടനകളെയും ഹൈന്ദവ നേതാക്കളെയും കേന്ദ്രീകരിച്ചു നടത്തിയ തീവ്രവാദ പ്രവർത്തനങ്ങളിലെ പ്രധാന പ്രതിയായിരുന്നു ഷാബ് ഷെയ്ഖ് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഈ കാസർഗോഡ് എത്തിയതും അത്തരത്തിൽ ഏതോ ഒരു പ്രവർത്തനം ലക്ഷ്യമിട്ടാണ് എന്നൊരു സൂചനയും നിലവിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്.
ശരി, ദിസ്ന. കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് പിടികൂടിയ യുവാവിന് അൽ ഖ്വയ്ദ ബന്ധവാസം. പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് ഇയാളെ പിടികൂടിയത്. RSS ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഇയാൾ നടത്തിയിരുന്നത് എന്നുള്ളതുമാണ് അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് ഫറോക്ക് ചുങ്കത്ത് വാഹനാപകടം, 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച്. സ്വകാര്യ ബസും KSRTC ബസും ടിപ്പർ ലോറിയും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ദിസ്ന തുടരുന്നുണ്ട്. ദിസ്ന, ഈ MVT കൂടുതൽ റോഡ് സുരക്ഷ കർശനമാക്കുന്നു എന്ന് പറയുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം കൂടി കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച സംഭവിച്ചത്? മറ്റു വിവരങ്ങളും കൂടി. റോഡ് അപകടങ്ങൾ നിരന്തരം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കോഴിക്കോട് ഫറോക്ക് ചുങ്കത്താണ് ഇന്ന് വാഹനാപകടം ഉണ്ടായത്. ഇതിൽ 4 വാഹനങ്ങളാണ് പ്രധാനമായും കൂട്ടിയിടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ വാഹനാപകടത്തിന്റെ ആഘാതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സ്വകാര്യ ബസും KSRTC ബസും ടിപ്പർ ലോറിയും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ അപകടത്തില് നിലവിൽ 14 പേർക്ക് പരിക്കുണ്ട്. ഇതിൽ 3 പേരെയാണ് നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പരിക്ക് ഗുരുതരമല്ല എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ശരി ദിസ്ന. ഈ വാഹന അപകടങ്ങൾ ഇപ്പോഴും ഇങ്ങനെ നിരത്തിൽ സംഭവിക്കുന്നത് ഒരു ആശങ്കയിടയാക്കുന്ന സാഹചര്യം തന്നെയാണ്. നമ്മളിപ്പോൾ കോഴിക്കോട്ടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ പാലക്കാട് മറ്റൊരു അപകടം ഉണ്ടായിരിക്കുകയാണ്. അതിൽ 2 ജീവനുകൾ പൊലിഞ്ഞിരിക്കുകയുമാണ്. പാലക്കാട് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ചാണ് 2 മരണം ഉണ്ടായിരിക്കുന്നത്. പുതുപ്പരിയാരം എസ്റ്റേറ്റ് ജംഗ്ഷനിലാണ് അപകടം നടന്നത്. ബൈക്ക് യാത്രികരായ 2 പേരാണ് മരിച്ചത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ഈ പാലക്കാട് പുതുപ്പരിയാരം എസ്റ്റേറ്റ് ജംഗ്ഷനിൽ വെച്ച് ആണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ബൈക്ക് യാത്രക്കാരായ 2 പേരാണ് മരിച്ചിരിക്കുന്നത്. ബൈക്കും ലോറിയും തമ്മിൽ പെട്ടെന്ന് കൂട്ടിയിടിക്കുകയായിരുന്നു. ബൈക്ക് കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധിക്കുന്നുണ്ട് എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളത്. പെട്ടെന്ന് തന്നെ ഈ അമിത വേഗതയിലെത്തിയ ബൈക്ക് ലോറിക്ക് മുന്നിൽ ഇടിക്കുകയായിരുന്നു, ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. ഇവിടുത്തെ CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ച് വരികയാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ബൈക്ക് യാത്രക്കാരായ 2 പേർ മരിച്ചിട്ടുണ്ട്. അവരുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ശരി, പാലക്കാട് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. എന്തായാലും പൊതുനിരത്തിലുള്ള ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കണമെന്ന് നിരന്തരം പറയുമ്പോഴും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ കാണുന്നത്. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പോലീസിന്റെ പുനരന്വേഷണം പാതി വഴിയിൽ. വീണ്ടും മൊഴിയെടുക്കുന്നതിനടക്കമുള്ള നടപടികൾ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമാകുമെന്നതിനാലാണ് മെല്ലെപ്പോക്ക്. ആദ്യ റിപ്പോർട്ട് വ്യക്തത കുറവ് കാരണം ADGP തള്ളിയിരുന്നു. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ ഒരു വിഷയത്തിൽ വീണ്ടും നടപടികൾ പാതി വഴിയിലാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം രവി DC ഈ MV ഗോവിന്ദനുമായി നടത്തിയ കൂടിക്കാഴ്ച, ഇതെല്ലാം കോർത്തിണക്കി വായിക്കുമ്പോൾ മനഃപൂർവ്വമുള്ളൊരു മെല്ലെപ്പോക്കാണോ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ EP ജയരാജൻ്റെതെന്ന പേരിൽ പുറത്തു വന്ന ആത്മകഥാ ഭാഗങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചിരുന്നു. പിന്നാലെ ഗൂഢാലോചന ആരോപിച്ച് EP ജയരാജൻ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. കേസെടുക്കാതെയുള്ള അന്വേഷണമാണ് നടന്നത്. ഈ അന്വേഷണത്തിന്റെ പ്രാഥമികമായ റിപ്പോർട്ട് ADGP മനോജ് എബ്രഹാം തള്ളിയിരുന്നു. അന്വേഷണത്തിലെയും ഈ റിപ്പോർട്ടിലെയും ഒക്കെയുള്ള വ്യക്തതക്കുറവുകൾ, അവ്യക്തതകളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ റിപ്പോർട്ട് തള്ളുന്നതിലേക്ക് ADGP പോയത്. പ്രത്യേകിച്ച് EP ജയരാജനടക്കം നൽകിയിരിക്കുന്ന മൊഴികളിൽ വ്യക്തതക്കുറവുണ്ട്. EP-യും DC ബുക്സുമായി ഇത് സംബന്ധിച്ച ധാരണ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. EP ആണോ, EP-ക്ക് വേണ്ടി മറ്റാരെങ്കിലും ആണോ ഈ ആത്മകഥ എഴുതിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതുപോലെ തന്നെ മൊഴികളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. കാര്യമായിട്ടുള്ളൊരു അന്വേഷണം നടന്നിട്ടില്ല. ആരെയും കുറ്റപ്പെടുത്താതെയുള്ള റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള തുടരന്വേഷണത്തിനുള്ള ശുപാർശകളോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എതിരെ കേസെടുക്കാനുള്ള ശുപാർശകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത, ഒരു ഒട്ടും ശക്തിയില്ലാത്ത ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളത് കണ്ടെത്തിയായിരുന്നു അന്ന് ഈ പോലീസിന്റെ ഉന്നത നേതൃത്വം ഈ റിപ്പോർട്ട് തള്ളിയത്. അങ്ങനെ പുനരന്വേഷണത്തിനുള്ള നിർദ്ദേശവും നൽകി. എന്നാൽ പിന്നീട് കാര്യമായ ഒരു അന്വേഷണവും ഇത് സംബന്ധിച്ച് നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഇനി വീണ്ടും ഈ രീതിയിൽ കേസ് വീണ്ടും അന്വേഷിക്കണമെങ്കിൽ EP ജയരാജൻ്റെതടക്കമുള്ള മൊഴികൾ വീണ്ടും രേഖപ്പെടുത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ ഒട്ടനവധി ചോദ്യങ്ങൾ പോലീസിനെ കൃത്യമായി ചോദിക്കേണ്ടി വരും. ആ ചോദ്യങ്ങളിൽ ഒരു പക്ഷേ വീണ്ടും ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ EP ജയരാജൻ നൽകുന്ന മറുപടി അല്ലെങ്കിൽ
EP-യുമായി ബന്ധപ്പെട്ട് DC ബുക്സുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള കരാറുകൾ ഉണ്ടെങ്കിൽ ഈ പുസ്തകത്തിന്റെ ഭാഗങ്ങൾ പുറത്തു വന്നത് ഏത് വഴിക്കാണെന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടന്നാൽ, അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ ഭാഗങ്ങൾ പുറത്തു വരുന്നത് കൊണ്ട് ആർക്ക് ഗുണമുണ്ടായി എന്ന രീതിയിലുള്ള അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ നടന്നാൽ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ രാഷ്ട്രീയ വിവാദത്തിനൊക്കെ അത് കാരണമാകും. അപ്പോൾ പോലീസ് തൽക്കാലം ഒരു മെല്ലെപ്പോക്ക് അത് മനഃപൂർവ്വം തന്നെ സ്വീകരിക്കുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രവി DC AKG സെന്ററിലെത്തി MV ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ലിറ്റററി ഫെസ്റ്റിവലിന് ക്ഷണിക്കാനാണ് എത്തിയതെന്ന് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അവിടെ ചർച്ചയായിട്ടുണ്ടാകും. അങ്ങനെ തൽക്കാലം പോലീസ് സ്വീകരിക്കുന്ന മെല്ലെപ്പോക്ക് ഈ അന്വേഷണത്തിൽ, കാരണം ഈ CPM-ൽ അല്ലെങ്കിൽ CPM-മായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വിവാദത്തിനുള്ള കാരണമായി മാറാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടു തന്നെയാണ്. അതിൽ കൈകൊള്ളാനുള്ള എല്ലാ സാധ്യതകളും പോലീസ് വിലയിരുത്തുന്നു. തൽക്കാലം ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിലുള്ള തീരുമാനവും. ദേവിക. ശരി, തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് പ്രജിത്ത് മോഹൻ. ആലപ്പുഴയിൽ BJP-യുടെ പുതിയ ജില്ലാ ഓഫീസ് ദീൻദയാൽ ഭവൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ചടങ്ങിൽ പങ്കെടുക്കും. ആലപ്പുഴ നഗരത്തിൽ പിച്ചുവയർ ജംഗ്ഷന് സമീപമാണ് 3 നിലകളിലായി 16,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലുള്ള ദീൻദയാൽ ഭവൻ നിർമ്മിച്ചിരിക്കുന്നത്. നിലകളിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പരിസ്ഥിതി സൗഹൃദപരമായാണ് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 300-ലധികം ആളുകൾക്കിരിക്കാവുന്ന മരാർജി മെമ്മോറിയൽ കോൺഫറൻസ് ഹാൾ, അഡ്വക്കേറ്റ് രഞ്ജി ശ്രീനിവാസൻ സ്മാരക മീഡിയ ഹാൾ, P. പരമേശ്വർജി സ്മാരക ലൈബ്രറി എന്നിവ പുതിയ ഓഫീസിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ദീനദയാൽ ഉപാധ്യായയുടെ പേരിൽ ദീനദയാൽ ഭവൻ എന്ന പേരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് നിർമ്മാണം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആരാധനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നതും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട K. സുരേന്ദ്രൻജി ഈ യോഗത്തിൽ സന്നിഹിതനാകുന്നതുമാണ്. വിപുലമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടി 16,000 സ്ക്വയർ ഫീറ്റിലാണ് പുതിയ ഓഫീസ് നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. അതിൽ മാരാർജിയുടെ, കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാവായിരുന്ന മാരാർജിയുടെ പേരിലുള്ള 400ഓളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന കോൺഫറൻസ് ഹാളും, ആലപ്പുഴയിലെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന സ്വർഗീയ രഞ്ജിത്തിൻ്റെ പേരിൽ മിനി കോൺഫറൻസ് ഹാളും, അതുപോലെ ആലപ്പുഴയുടെ സ്വന്തം P. പരമേശ്വരിയുടെ പേരിൽ P. പരമേശ്വർജി സ്മാരക ഗ്രന്ഥശാലയും ഈ സംവിധാനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ നഗരഹൃദയത്തിൽ പിച്ചുവയർ ജംഗ്ഷന് സമീപം 24 സെന്റിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ദീനദയാൽ ഭവൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ചടങ്ങിൽ പങ്കെടുക്കും. ആർക്കിടെക്റ്റുമാരായ കൈലാസ്നാഥും ഹരിഹരകുമാറും ചേർന്നാണ് ദീനദയാൽ ഭവന്റെ ഡിസൈനും നിർമ്മാണവും പൂർത്തിയാക്കിയത്. ജനം, ആലപ്പുഴ. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസിന് കുരുക്ക് മുറുകുന്നു. കേസിൽ FIR രജിസ്റ്റർ ചെയ്ത ഉടനെ ക്രൈംബ്രാഞ്ച് സംഘം MS സൊല്യൂഷൻസിൽ പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. CEO ഷുഹൈബിനെ ഇന്ന് ചോദ്യം ചെയ്യുമെന്ന സൂചന. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം MS സൊല്യൂഷൻസിൽ ഉണ്ടായിരുന്നു. ഹാർഡ് ഡിസ്കും മറ്റും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യവും, അതോടൊപ്പം തന്നെ CEOയുടെ വീട്ടിലും ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന ഉണ്ടായിരുന്നു. തങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് MS സൊല്യൂഷന്റെ CEO ലൈവ് യൂട്യൂബ് ചാനലിൽ അദ്ദേഹം വന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പൊളിക്കുന്ന തരത്തിലേക്കാണോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? കൃത്യമായി പങ്ക് MS സൊല്യൂഷൻസിന് ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളാണോ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിരിക്കുന്നത്?
ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം വിവിധ മേഖലകളിൽ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കും. പ്രധാനമായും ക്രൈംബ്രാഞ്ച് സംഘം പ്രധാനമായും ഈ MS സൊല്യൂഷൻ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം അവരുടെ സ്ഥാപനം കേന്ദ്രീകരിച്ചും ഈ സിഒയുടെ വീടുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെയും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയതിൽ ചില നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രധാനമായും അത് കൂടാതെ തന്നെ ഈ വിരമിച്ച അധ്യാപകരെ കേന്ദ്രീകരിച്ച്, അതായത് ആദ്യഘട്ടത്തിൽ തന്നെ അത്തരത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് എത്തിയത് എന്ന കാര്യത്തിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു സംശയവും ചർച്ചയും ഒക്കെ നടന്നു. അത്തരത്തിൽ ഒരു അധ്യാപക ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുണ്ടോ എന്നൊരു കാര്യവും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും അവർ പരിശോധിക്കുന്നത് എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനുമായും അല്ലെങ്കിൽ അധികൃതരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും അന്വേഷണ സംഘം ചില തെളിവുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ CEO ഷുഹൈബിനെ ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കാനുള്ള ഒരു സാധ്യതയും മുന്നിലുണ്ട്. ദേവിക. ശരി. മഹാകുംഭമേളയ്ക്കൊരുങ്ങുന്ന ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലേക്കുള്ള യാത്രാ സൗകര്യം സുഗമമാക്കാൻ ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത് വിവിധ പദ്ധതികൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗംഗാനദിക്ക് കുറുകെ പ്രാവർത്തികമാക്കിയ ഇരട്ട ട്രാക്ക് പാലം. 100 വർഷം പഴക്കമുള്ള പാലം ഇരട്ട ട്രാക്കിലാക്കിയതോടെ വാരണാസിയിൽ നിന്നും പ്രയാഗ്രാജിലേക്കുള്ള യാത്ര വേഗത്തിലാകും. പുതിയ സംവിധാനത്തിന്റെ വിശേഷങ്ങളുമായി പ്രയാഗ്രാജിൽ നിന്ന് നോർത്ത് സെൻട്രൽ റെയിൽവേ CPRO ശശികാന്ത് ത്രിപാഠി ചേരുന്നു. ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വികസന നേട്ടമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച പ്രയാഗ്രാജിലെ ഗംഗാ നദിക്ക് കുറുകെയുള്ള ഈ പാലം. അതിൻ്റെ വിശേഷങ്ങൾ NCR CPROയോട് തന്നെ ചോദിച്ചറിയാം. സർ, വാട്ട് ഓൾ ആർ ദി പെക്യൂലിയാരിറ്റീസ് ഓർ സ്പെഷ്യാലിറ്റി റിഗാർഡിംഗ് ദിസ് ബ്രിഡ്ജ്? Our Prayagraj to Banaras section is 120 kilometer, and that is very important section as it connects northeastern of UP, Bihar, Havda, West Bengal direction. So it is very important for railway purpose. This section was single line section, and there was a old bridge which was made in 1914. That bridge was around 100 years old. So there are so many speed restrictions, and due to single line there was a passenger line capacity also. So it was decided to make this complete whole section as a double line, and there was a proposal to make for this, there was a proposal to make the new bridge on this Ganges river. So in 2020 this work was started, and in 2 days ago this work is completed. Now the whole section is double line with this new bridge. This bridge is made with a cost of approx 500 CR. This bridge is 1.9 kilometer long, and after making this bridge, this complete section is double line. Now our line capacity is increased double time, so we can move several number of trains, passenger trains. So it will become smoother for rail connectivity, and we can move fast in a faster pace to passengers and trains. How it is going to be beneficial for the passengers in a large perspective? As I told, now the section is double line, so we can run extra trains. We can approx double our capacity, so we can run extra trains to connect eastern part of UP, Bihar, West Bengal direction, and Delhi direction also. So it is very important for connecting northeastern portion to northern India. So we can increase the number of trains, we can increase our speed. So this bridge and the whole section is very important for railways and for public also. When we can expect the full-fledged operation? Full-fledged operation is already started. Since 2 days before, our Commissioner Railway Safety has inspected this bridge. He has issued the fitness certificate. Now we are running trains in a double line section. Or how much time it took for completing this? As I told you, the work was started in 2020, and now it has been completed. So approx in 4-year span this work is completed. The whole section is completed with a cost of 2500 CR. Total length? Total length of bridge is 1.9
kilometer, and the whole section is 120 kilometer long from Banaras to Prayagraj. പ്രയാഗ്രാജിലെ പുതിയ പാലത്തിൽ നിന്നും ക്യാമറാമാൻ മനോജിനൊപ്പം ബീന റാണി, ജനം. നമുക്കിനി വേഗത്തിൽ നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസിന് കുരുക്ക് മുറുകുന്നു. CEO ഷുഹൈബിനെ ഇന്ന് ചോദ്യം ചെയ്യുമെന്ന സൂചന. ആകാശ് തില്ലങ്കേരിയുടെ കൂട്ടാളിക്കെതിരെ പീഡനക്കേസ്. പട്ടികജാതിക്കാരിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ജിജോ തില്ലങ്കേരിക്കെതിരെ പരാതി. പാലക്കാട് കോട്ടായിൽ അയൽവാസി വീട് കയറി ആക്രമിച്ചതായി പരാതി. പാലക്കാട് വീണ്ടും അപകട മരണം. പുതുപ്പരിയാരം എസ്റ്റേറ്റ് ജംഗ്ഷനിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കാസർഗോഡ് നിന്ന് അസം പോലീസ് പിടികൂടിയ ബംഗ്ലാദേശ് പൗരന് അൽ ഖ്വയ്ദ ബന്ധം. RSS ഹൈന്ദവ നേതാക്കളെ വധിക്കാനും വർഗീയ കലാപങ്ങൾക്കും ലക്ഷ്യമിട്ടെന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. രോഹിണി, ഇനി അല്പം സംഗീതമാണ്. ഇടയ്ക്കയിൽ ദേവസംഗീതം തീർക്കുന്ന സോപാന സംഗീത കലാകാരനാണ് ഏലൂർ ബിജു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ സംഗീതയജ്ഞത്തിനൊരുങ്ങുകയാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലെ സുകൃതം ഭാഗവത യജ്ഞവേദി. ഇന്ന് വൈകിട്ട് നടക്കുന്ന യജ്ഞത്തിൽ 200-ലധികം കലാകാരന്മാർ പങ്കെടുക്കും. ചെമ്പട്ടൂടുത്തുകെട്ടി ചിത്രച്ചിലമ്പണിഞ്ഞ് ചന്തമോടെന്നുടയ ചാരവി വന്നിടണം ചഞ്ചലമാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചിത്തേ നീ വന്നണയൂ ചന്ദ്രസമാനമുഖി. പരമ്പരാഗത രീതികളെ മാറ്റി ജനകീയ സദസ്സുകളിൽ സോപാന സംഗീതത്തെ അവതരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സോപാന സംഗീതജ്ഞനാണ് ഏലൂർ ബിജു. മുൻകാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന സംഗീത ശാഖയായിരുന്നു സോപാന സംഗീതം. ഒരു സമയത്ത് നമ്മൾ ക്ഷേത്രത്തിനകത്ത് മാത്രമായിരുന്നു കണ്ടിരുന്ന സോപാന സംഗീതം. എന്നാൽ എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അതിന് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പലരും ആ സമുദായക്കാരൊക്കെ, അത് കുറച്ച് സമുദായക്കാരാണ് ചെയ്തിരുന്നത്, അവർ പലരും പുറം സ്ഥലങ്ങളിലേക്ക് മാറി ജീവിക്കാൻ വേണ്ടിയുള്ള ബന്ധപ്പാടിലായി. അപ്പോൾ അത് കൊണ്ട് നടക്കാൻ ആളുണ്ടായിരുന്നു. ആ ക്ഷേത്രങ്ങൾക്കത് ഉള്ള വരുമാനം ഇല്ലാത്തതുകൊണ്ട് അത് അവരും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ശരിക്കും മീഡിയയുടെ സപ്പോർട്ടാണ്. യൂട്യൂബും ഫേസ്ബുക്കൊക്കെ വന്നപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇങ്ങനെ സാധനം ഉണ്ടെന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പോഴാണ്. ഇന്ന് കുട്ടികളടക്കം നിരവധി പേരാണ് ഈ ദൈവിക കല സ്വായത്തമാക്കാൻ മുന്നോട്ട് വരുന്നത്. LKG പഠിക്കുന്ന കുട്ടി തൊട്ട് 80 വയസ്സുള്ള അമ്മമാർ വരെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അവരെ സന്തോഷമാണ്. അമ്മമാരിലുണ്ടായ ഒരു സന്തോഷം. കാരണം അവരെല്ലാവരും ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, 21-ന് വേണ്ടി. ഇത് സത്യത്തിൽ ഇത് ലോകത്തേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ. ഈ സംഗീത ശാഖയെ പ്രചാരമാക്കുക ലക്ഷ്യമിട്ട് കൊച്ചിയിൽ സംഗീതയജ്ഞം സംഘടിപ്പിക്കുകയാണ് ഏലൂർ ബിജുവും ശിഷ്യന്മാരും. അഴകേറും തൊടുകുറി അണിഞ്ഞോരു തിരുനെറ്റി അതിൽ നിന്റെ പൂരികവും മുകുന്ദ ഞാൻ തൊഴുമീ കൃഷ്ണ. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് ഏലൂർ ബിജുവും 221 ശിഷ്യന്മാരും ചേർന്ന് സോപാന സംഗീത യജ്ഞം എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലെ സുഹൃതം ഭാഗവത യജ്ഞവേദിയിൽ അവതരിപ്പിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു യജ്ഞം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോപാന സംഗീതം ലോകത്തിൽ എല്ലായിടത്തും എത്തിയിട്ടില്ല. കേരളത്തിൽ പോലും ഇന്നും എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർക്ക് അറിയില്ല, സത്യമായിട്ടുള്ള കാര്യം. ഇപ്പോൾ പോലും നമ്മളിവിടെ യാത്ര ചെയ്യുമ്പോൾ പോലും സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്ക് കാണിച്ചു കൊടുക്കണം, വന്ദേ മൂന്നേരെ പാടി കൊടുക്കണം. അപ്പോഴേക്കാണ് അവർക്ക് മനസ്സിലാണ്. നമുക്ക് ഏറ്റവും ഈ പഴയ ആചാര്യന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു
ഇതാണ് നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു ഭാഗവും കൂടിയാണിത്. ലോകത്തിലേക്ക് എത്തിക്കുക, ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമുക്ക് ഈ സോപാന സംഗീതം എന്ന ക്ഷേത്രകല, കൊട്ടിപ്പാടി സേവ എന്ന എൻ്റെ പേര്, ഇടയ്ക്ക് കൊട്ടിപ്പാടുന്ന നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ സ്വന്തം സംഗീതം ലോകത്തിലെത്തിക്കാൻ ഒരു പരിപാടിയും കൂടിയാണ് ആനന്ദ സംഗീതം. 200 ചില പേര് അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോപാന സംഗീത കലാകാരന്മാരെ സഹായിക്കാനായി ആരംഭിച്ച സ്നേഹസോപാനം സന്നദ്ധ പ്രസ്ഥാനത്തിന്റെ ആരംഭവും യജ്ഞവേദിയിൽ കുറിക്കും. ജനം, കൊച്ചി. വീണ്ടും വാർത്തകളിലേക്ക്. KSRTCയിൽ നിന്നും സമാന്തര സർവീസുകൾ നിയന്ത്രിക്കുന്നതിന് സുരക്ഷയൊരുക്കിയതിനുള്ള തുക ഈടാക്കി പോലീസ്. തുക എഴുതി തള്ളണമെന്ന KSRTCയുടെ ആവശ്യം അംഗീകരിച്ചില്ല. തുക ഈടാക്കിയത് KSRTCക്ക് പോലീസ് നൽകാനുള്ള വാറണ്ട് കുടിശ്ശികയിൽ നിന്നാണ്. വിനീഷ് ചേരുന്നു. വിനീഷ്, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, 2017 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്ത് സമാന്തര സർവീസുകൾ സംസ്ഥാനത്ത് സജീവമായിരുന്നു. KSRTCക്ക് ഒരു വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സമാന്തര സർവീസുകൾ നടന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് പോലീസ് നേരിട്ട് ഇടപെട്ട് പോലീസ് സമാന്തര സർവീസുകൾ നിർത്തലാക്കാനുള്ള ഒരു റെയ്ഡുകൾ നടത്തിയത്, പോലീസിന്റെ പരിശോധനകൾ ശക്തമാക്കിയത്. ഈ സമാന്തര സർവീസുകൾ 2017 മുതൽ 2019 വരെ നടത്തിയ കാലഘട്ടത്തിൽ പോലീസിന് ചെലവായ തുക 12 ലക്ഷത്തിലധികം രൂപയാണ്. ആ 12 ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ KSRTCക്ക് സംസ്ഥാന പോലീസ് മേധാവി തന്നെ കത്ത് നൽകിയിരുന്നു. കത്ത് നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് KSRTC കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ KSRTC MD അറിയിച്ചിരുന്ന ഇത്തരത്തിലാണ് KSRTCക്ക് ഈ തുകയിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു ആവശ്യത്തിൽ നിന്ന് പോലീസ് പിന്നോക്കം പോകണം എന്ന നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് KSRTC പോലീസിനെ അറിയിച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ കത്തുകൾ മുഖേന പല ഘട്ടങ്ങളിലായി ഈ പണം പിടിക്കരുത് എന്ന ആവശ്യം KSRTC മുന്നോട്ട് വച്ചിരുന്നെങ്കിൽ പോലും സംസ്ഥാന പോലീസ് മേധാവി ഇത് മുഖവിലക്കെടുക്കാതെ ഈ 12 ലക്ഷം രൂപ 2017 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ KSRTCക്ക് സമാന്തര സർവീസുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ KSRTCക്ക് ബദലായി സമാന്തര സർവീസുകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനകളുടെ ഒരു പണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തുക എന്ന തരത്തിൽ 12 ലക്ഷം രൂപ ഇപ്പോൾ KSRTCയിൽ നിന്നും സംസ്ഥാന പോലീസ് പിടികൂടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് പിടിച്ചെടുത്തിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വാറണ്ട് ഇനത്തിൽ KSRTCക്ക് സംസ്ഥാന പോലീസ് വലിയ തുക നൽകാനുണ്ട്. ആ തുകയിൽ വാറണ്ട് ഇനത്തിലുള്ള തുകയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് KSRTCയിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ KSRTCക്ക് സംസ്ഥാന പോലീസ് ഇനിയും അധികം തുക നൽകേണ്ടതുണ്ട്. ആ തുകയും ഇതുവരെയും പോലീസ് KSRTCക്ക് നൽകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയിട്ടും സംസ്ഥാനത്തെ മന്ത്രിമാർ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഈ KSRTCയുടെ ഭരണം അത് ആ വകുപ്പ് മന്ത്രിമാർ തമ്മിൽ ഉള്ള ഒരു ഏകോപനം ഇല്ലായ്മയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ. എന്തായിരുന്നാലും വാറണ്ട് ഇനത്തിൽ ഈ പണം KSRTCയിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവായി തന്നെ ഈ ഒരു ഉത്തരവായി തന്നെ ഇതിന്റെ ഓർഡർ പുറത്തിറക്കിയിരിക്കുകയാണ്. ആ ഓർഡറാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായിരുന്നാലും സംസ്ഥാന KSRTC വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് പോലും മറ്റൊരു വകുപ്പ് സഹായിക്കാതെ KSRTCയെ വീണ്ടും വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്തെ രണ്ട് വകുപ്പുകൾ ചേർന്ന് അല്ലെങ്കിൽ സംസ്ഥാനത്തെ വകുപ്പുകൾ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ എന്തായിരുന്നാലും KSRTC MD ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങും. പ്രത്യേകിച്ച് വാറണ്ട് ഇനത്തിലുള്ള തുക ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി പിടിച്ചെടുത്തതിനെതിരെ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് KSRTC എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ആകാശ് തില്ലങ്കേരിയുടെ കൂട്ടാളിക്കെതിരെ പീഡന കേസ്. ജിജോ തില്ലങ്കേരിക്കെതിരെയാണ് കേസെടുത്തത്. പട്ടികജാതിക്കാരിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. മുഴക്കുന്ന് പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. ഇക്കഴിഞ്ഞ നവംബർ 19-നായിരുന്നു കേസിനാസ്പദമായ സംഭവം പുറത്തറിഞ്ഞാൽ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. മിഥുൻ പിള്ള ചേർന്നുണ്ട്.
മിഥുൻ, എപ്പോഴായിരുന്നു ഈ യുവതി ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്? മറ്റ് വിവരങ്ങളും കൂടി. ദേവിക, ഇക്കഴിഞ്ഞ നവംബർ 19-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഈ ജിജോയുടെ വീട്ടിലേക്ക് സാധനം വാങ്ങാനായി വന്ന ഒരു സ്ത്രീയെയാണ് ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നൊരു സംഭവം ഉണ്ടായത്. വീട്ടിൽ വന്ന സമയത്ത് ഈ സ്ത്രീയോട് വളരെ മോശമായി സംസാരിക്കുകയും തുടർന്ന് ഈ സ്ത്രീയെ കടന്നു പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. മുഴക്കുന്ന പോലീസിലാണ് ഈ യുവതി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് FIR-ഉം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്രയും ദിവസം എന്തുകൊണ്ട് ഈ വിവരം പുറത്തു പറഞ്ഞില്ല എന്ന കാര്യത്തിന് അവർ പറയുന്നൊരു മറുപടി ഉണ്ട്. അതായത് ഈ വിവരങ്ങൾ പുറത്തറിഞ്ഞാൽ മക്കളെ, അതായത് യുവതിയുടെ മക്കളെ അപായപ്പെടുത്തുമെന്ന് ജിജോ തില്ലങ്കേരി ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഈ യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, ഈ പരാതി നൽകാൻ ഈ ഒരു ഭയം പ്രധാന കാരണമായി എന്നും പറയുന്നുണ്ട്. നമുക്കറിയാം, ആകാശ് തില്ലങ്കേരിയുടെ ഒരു കൂട്ടാളിയാണ് ജിജോ തില്ലങ്കേരി എന്ന് പറയുന്ന വ്യക്തി. കാപ്പ കേസിൽ ഉൾപ്പെട്ട ഇയാൾക്കെതിരെ 12ഓളം ക്രിമിനൽ കേസുകൾ വേറെയുമുണ്ട്. ഇത്തരത്തിൽ കാപ്പ കേസിൽ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും മുഴക്കുന്ന് പോലീസ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് FIR ഇട്ടിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുമെന്നൊരു നിലപാടാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ദേവിക. ശരി മിഥുൻ. പാലക്കാട് കോട്ടായിയിൽ അയൽവാസി വീട് കയറി ആക്രമിച്ചതായി പരാതി. കീഴത്തൂർ സ്വദേശി മൻസൂറിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ ഉൾപ്പെടെ 8 വാഹനങ്ങൾ നശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ അയൽവാസികളെന്ന് മൻസൂർ. അരുൺ ചേരുന്നു. അരുൺ, എന്തായിരുന്നു സംഭവം? ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടെയാണ് സംഭവം. പാലക്കാട് കോട്ടായിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കീഴത്തൂർ സ്വദേശി മൻസൂറിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വീട്ടിൽ നിർത്തിയിരുന്ന കാർ ഉൾപ്പെടെ 8 വാഹനങ്ങളാണ് തകർത്തിരിക്കുന്നത്. ഈ കാറിന്റെ പ്രധാന ചില്ലും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലൊക്കെ മറ്റ് കമ്പി കൊണ്ടോ മറ്റോ അടിച്ച നിലയിലാണ്. കാർ മാത്രമല്ല, ഇരുചക്ര വാഹനങ്ങൾ അതുപോലെ തന്നെ ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ഒക്കെ ഇത്തരത്തിൽ ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ അയൽവാസികളാണ് എന്നുള്ളതാണ് ഈ മൻസൂർ പറയുന്നത്. ഏതായാലും സംഭവത്തിൽ കോട്ടായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പരിചയപ്പെടാം അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിശേഷമാണ്. സ്കൂട്ടറിലെ SUV എന്നറിയപ്പെടുന്ന റിവർ എന്ന കമ്പനിയുടെ ഇൻഡി എന്ന ഈ മോഡൽ ശ്രദ്ധേയമായത് പ്രേമലു എന്ന ചിത്രത്തിലൂടെയാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ ഒരു കാരണമുണ്ട്. ഇനി മുതൽ ഈ സ്കൂട്ടർ കേരളത്തിലും വാങ്ങാം. പ്രേമലു സിനിമ കണ്ട വാഹനപ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വാഹനമായിരുന്നു റിവർ ഇൻഡി. ഇതുവരെ നേരിൽ കാണാത്ത വാഹനത്തെ അന്വേഷിച്ചിറങ്ങി വാഹനപ്രേമികൾ. പക്ഷേ ഈ ഇലക്ട്രിക് സ്കൂട്ടർ കേരളത്തിൽ ലഭ്യമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കേരളത്തിലും റിവർ ഇൻഡി വിൽപ്പന ആരംഭിച്ചു. കൊച്ചിയിലാണ് ആദ്യ സ്റ്റോർ. കൊച്ചിക്ക് പുറമെ വൈകാതെ തന്നെ കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലും സ്റ്റോറുകൾ ആരംഭിക്കാനാണ് പദ്ധതി. കേരളത്തിലുടനീളം റിവറിന്റെ നവീന അനുഭവം കൊണ്ടുവരുന്നതിൽ ഏറെ സന്തോഷത്തിലാണെന്നും റിവർ സഹസ്ഥാപകനും സിഇഒയുമായ അരവിന്ദ് മണി പറഞ്ഞു. മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടിയേ ഉള്ളൂ, 14 ഇഞ്ച് വീലുള്ളത് നമ്മുടെ വണ്ടിയാണ്. ബാക്കിയുള്ള വണ്ടികൾ ഒന്നെങ്കിൽ 10 ഇഞ്ച് വീലായിരിക്കും, അല്ലെങ്കിൽ 12 ഇഞ്ച് വീലായിരിക്കും. അപ്പോൾ ഇതൊരു ഒരു മോട്ടോർ സൈക്കിളിൻ്റെ സ്കൂട്ടറിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ മോട്ടോർ സൈക്കിൾ റൈഡ് ചെയ്യുന്ന ഒരാൾക്കും ഇത് റൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫീല് കിട്ടും. അത്രയും നല്ല വണ്ടിയാണ്. പിന്നെ അതൊരു കാര്യം. രണ്ടാമത്തത് സ്റ്റോറേജ്. എല്ലാ സ്കൂട്ടറും, അതായത് ഇലക്ട്രിക് മാത്രമല്ല, ഏത് സ്കൂട്ടർ എടുത്താലും എല്ലാ സ്കൂട്ടറിലും ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഇന്ന് ഇന്ത്യയിൽ കൊടുക്കുന്ന വണ്ടി റിവർ ഇൻഡിയാണ്. 55 ലിറ്റർ സ്റ്റോറേജ് ഉണ്ട്. സീറ്റിൻ്റെ അടിയിൽ 43 ലിറ്ററും ഫ്രണ്ടിലൊരു ബോക്സ് ഉണ്ട് 12 ലിറ്ററും. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ്, 14 ഇഞ്ച് വീല്, വളരെ യൂട്ടിലിറ്റേറിയൻ ആയിട്ടൊരു ഡിസൈനാണ്. വലിയ ഫ്ലോർ ബോർഡാണ്, വളരെ വലിയ സീറ്റാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ്. അപ്പം ഇതൊക്കെയാണ് പ്രത്യേകത. 4 കിലോവാട്ട് ബാറ്ററി ബാക്കുള്ള സ്കൂട്ടറിന്റെ റേഞ്ച് 161 കിലോമീറ്ററാണ്.
ആദ്യമായി 14 ഇഞ്ച് അലോയ് വീലുമായി എത്തുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കൂടിയായ റിവറിന് സീറ്റിനുള്ളിൽ 43 ലിറ്റർ സ്പേസ് ഉണ്ട്. 1,42,999 രൂപയാണ് ഇന്ത്യയുടെ കൊച്ചി എക്സ്ഷോറൂം വില. ജനം, കൊച്ചി. പുരസ്കാര നിറവിൽ ജനം TV. ധർമ്മസംഘ ധ്വനി ആൻഡ് ധർമ്മസംഘ ന്യാസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 2024 ധർമ്മ പ്രതിഭാ പുരസ്കാരം ജനം TVക്ക് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ജനം TVക്ക് വേണ്ടി ഡയറക്ടർ നേപ്പ മുരളി അവാർഡ് ഏറ്റുവാങ്ങും. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ജോയ് ആലുക്കാസിന്റെ ഡയമണ്ട് ജ്വല്ലറി ഷോയ്ക്ക് തിരുവല്ല ഷോറൂമിൽ തുടക്കമായി. ചലച്ചിത്ര താരം വീണ നന്ദകുമാർ ഡയമണ്ട് ജ്വല്ലറി ഷോ ഉദ്ഘാടനം ചെയ്തു. തിരുവല്ല ഷോറൂമിൽ ജനുവരി 5 വരെയാണ് എക്സ്ക്ലൂസീവ് ഡയമണ്ട് കളക്ഷനുകളുടെ ശേഖരങ്ങൾ പ്രദർശിപ്പിക്കുക. അതിമനോഹര പ്രൗഢിയിലുള്ള ഡയമണ്ട് ആഭരണ ശേഖരം. ജോയ് ആലുക്കാസിന്റെ മാത്രം ഏറ്റവും മികവാർന്ന ഡയമണ്ട് ഡിസൈനുകൾ, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട്, പ്രഷ്യസ് ആഭരണങ്ങൾ എല്ലാം അതിവിപുല ശേഖരമായി ഡയമണ്ട് ജ്വല്ലറി ഷോയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ചലച്ചിത്ര താരം വീണ നന്ദകുമാർ തിരുവല്ല ഷോറൂമിലെ ഡയമണ്ട് ജ്വല്ലറി ഷോ ഉദ്ഘാടനം ചെയ്തു. ഡയമണ്ട് ജ്വല്ലറി ഷോയുടെ ഭാഗമായി 1 ലക്ഷം രൂപയ്ക്കോ അതിനു മുകളിലോ വരുന്ന ഡയമണ്ട് ആഭരണ പർച്ചേസുകൾക്ക് 1 ഗ്രാം സ്വർണ്ണ നാണയം സൗജന്യമായി നൽകും. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി കിഴിവും ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കിയിട്ടുണ്ട്. പഴയ സ്വർണം തരുമ്പോൾ 50 രൂപ സ്വർണ്ണ വിലയേക്കാൾ കൂടുതൽ നൽകുകയും അത് എക്സ്ചേഞ്ച് ഓഫറായിട്ട് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒത്തിരി ഓഫറുകൾ ഇതിലുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തീർച്ചയായും വന്ന് കാണണം. ഇതുപോലെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ ഇന്റർനാഷണൽ ജ്വല്ലറി ഷോ, ഡയമണ്ട് ജ്വല്ലറി ഷോ എന്ന് പറയുന്നത് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ കേരള. അത് കേരളത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോ ആണ്. എല്ലാവരും വന്ന് കാണുക, അത് എക്സ്പീരിയൻസ് നേടുക. ഡയമണ്ട് ആഭരണങ്ങളിൽ ജോയ് ആലുക്കാസിന്റെ പ്രതിബദ്ധത ഉറപ്പാക്കി ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവം ഒരുക്കുകയാണ് ഡയമണ്ട് ജ്വല്ലറി ഷോയിലൂടെ. ജനം, പത്തനംതിട്ട. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും അധികം വയലൻസ് ഉള്ള ചിത്രമെന്ന വിശേഷണവുമായി റിലീസ് ചെയ്ത ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയെ നെഞ്ചിലേറ്റി പ്രേക്ഷകർ. ദി മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ടാഗ് ലൈനിൽ ഒരുങ്ങിയ സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞിറങ്ങിയ പ്രേക്ഷകരും മികച്ച അഭിപ്രായമാണ് പങ്കുവച്ചത്. നിങ്ങൾക്കറിയോ മാർക്കോ ആരാണ്? ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ ദേനി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ റിലീസിന് മുന്നേ തന്നെ ചർച്ചയായിരുന്നു. ക്രിസ്മസ് റിലീസായി 5 ഭാഷകളിലാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. റിലീസിന് മുമ്പ് തന്നെ ഓൺലൈൻ ബുക്കിംഗിൽ മികച്ച പ്രതികരണമായിരുന്നു സിനിമയ്ക്ക്. ഇടപ്പള്ളി വനിതാ തിയേറ്ററിലെ ആദ്യ ഷോയ്ക്കും പ്രേക്ഷകർ ഇരച്ചെത്തി. സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരും സിനിമയെ നെഞ്ചിലേറ്റുകയാണ്. മലയാളത്തിൽ ഇത്രയും വലിയൊരു വയലൻസ് മൂവി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. മലയാളത്തിലല്ല, എനിക്കൊന്ന് ഇന്ത്യൻ മൂവിയിൽ കില്ലൊക്കെയാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൊരു മൂവി. ഇത്രയും ഒരു റെബല് നമ്മൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതൊരു പരീക്ഷണം വന്നാലും അടിപൊളി, ഒന്നും പറയാനില്ല. ആക്ഷൻ സ്റ്റാർ ആയിട്ടും മലയാളത്തിൽ വരാൻ സാധ്യത ഉണ്ണി മുകുന്ദനാണ്. സോ നമ്മുടെ മലയാളത്തിന് അഭിമാനിക്കാനുള്ള ഒരു ഗ്രേറ്റ് ലെവൽ വയലന്റ് ജോണറിലുള്ള ഒരു മൂവി വന്നപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഫുൾ തിയേറ്റർ ഭയങ്കര ആവേശത്തിലായിരുന്നു. ആൻഡ് ഓൾസോ വിത്ത് എ ഫാമിലി സ്റ്റോറി, ഇമോഷൻസ് എല്ലാം ഉണ്ട് ഇതിൽ. നിർമ്മാതാവിന്റെ പ്രതിബദ്ധതയും കാഴ്ചപ്പാടുകളും സിനിമയുടെ വിജയഘടകങ്ങളാണെന്ന് ഉണ്ണിമുകുന്ദനും വ്യക്തമാക്കിയിരുന്നു. സിനിമയ്ക്കായി ഉണ്ണിമുകുന്ദൻ ഏറെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. KGF ഒക്കെ ഒരുക്കിയപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്തരം സിനിമകൾ വരുമോ ഇല്ലയോ എന്ന്. ബട്ട് എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ KGF റൈബസൂർ സാറിനെ കൊണ്ടുവന്നു.
ഹനീഫിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ്. പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ മെയിൻ റീസൺ ഷെരീഫിനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യാൻ ഒരു പ്രൊജക്റ്റിനെ വലിയ സിനിമ മലയാളത്തിൽ വലിയ സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ച് അതേപോലെ ഒരു A സർട്ടിഫിക്കറ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോയില്ല. ആ സിനിമയുടെ കൊമേഴ്ഷ്യൽ എലിമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി യൂത്തിന് വേണ്ടിയിട്ടും ഫാമിലീസിന് വേണ്ടി എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിണ്ണം കാച്ച് ആക്ഷൻ പടം. ബോളിവുഡ് സിനിമകളായ അനിമൽ, കിൽ തുടങ്ങിയ ചിത്രങ്ങളുടേതുപോലെ സെൻസർ ബോർഡ് A സർട്ടിഫിക്കറ്റാണ് നൽകിയിട്ടുള്ളത്. പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കൊപ്പം മാർക്കോ നീങ്ങുമ്പോൾ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് പുതിയ ചരിത്രമാവാൻ ഒരുങ്ങുകയാണ് മാർക്കോ. ജനം, കൊച്ചി. അങ്ങനെ നമ്മുടെ പുത്തൻ പുലരിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. നമസ്തേ.